ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് ENT നോക്കാം. ഓക്കെ, അപ്പം ഇയറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടാണ് ഓഡിറ്ററി പാത്വേ. ജസ്റ്റ് പാത്വേ അറിഞ്ഞിരിക്കുക. ഇന്നർ ഹെയർ സെല്ല്, അഫറൻ നെർവ്, പിന്നെ അവിടുന്ന് അഫറൻ നെർവ് എന്ന് പറയുമ്പോൾ കോക്ലിയർ നെർവ്, പിന്നെ അവിടുന്ന് സ്പൈറൽ ഗാംഗ്ലിയോണിലോട്ട് എക്സിറ്റ്സ് ത്രൂ ഇന്റേണൽ അക്കസ്റ്റിക് മിയാറ്റസ്. അവിടുന്ന് ബ്രെയിനിലോട്ട് പോകുന്നു. ബ്രെയിനിൽ തന്നെ ഡോർസൽ ആൻഡ് വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയർ. അവിടുന്ന് പിന്നെ സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സിലോട്ട്, പിന്നെ അവിടുന്ന് ന്യൂക്ലിയസ് ഓഫ് ലാറ്ററൽ ലെമനിസ്കസ്, ഇൻഫീരിയർ കോളിക്കുലസ്, മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി. ഈ ഓർഡർ പഠിക്കാൻ സ്ലിം എന്ന് ആലോചിച്ചാൽ മതി. സ്ലിം, സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സ്, L for nucleus of lateral lemniscus, I for inferior colliculus, M for medial geniculate body. പിന്നെ നമ്മൾ ഓഡിറ്ററി കോർട്ടെക്സിന്റെ ലാസ്റ്റ് എവിടേക്ക് എത്തും? ഓഡിറ്ററി കോർട്ടെക്സിലോട്ട് എത്തും, ഏരിയ നമ്പർ 41. അപ്പം ഓഡിറ്ററി പാത്വേ എങ്ങനെ? ഇന്നർ ഹെയർ സെല്ല്, അഫറൻ നെർവ്, കോക്ലിയർ നെർവ്, സ്പൈറൽ ഗാംഗ്ലിയോൺ, ബ്രെയിൻ സ്റ്റം, സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സ്, ന്യൂക്ലിയസ് ഓഫ് ലാറ്ററൽ ലെമനിസ്കസ്, ഇൻഫീരിയർ കോളിക്കുലസ്, മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡി, ഓഡിറ്ററി കോർട്ടെക്സ്, ഏരിയ നമ്പർ 41. ഇനി ഇതിൽ തന്നെ സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സ് ഇല്ലേ, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ലോക്കലൈസേഷൻ ഓഫ് സൗണ്ട്. സെന്റർ ഫോർ സ്റ്റെപ്പിഡിയൽ റിഫ്ലെക്സ്. ഫൈബേഴ്സ് ക്രോസ് ആയിട്ട് ഈ സുപ്പീരിയർ ഒലിവറി കോംപ്ലക്സിന്റെ ഇവിടെയാണ് ഫൈബേഴ്സ് ക്രോസ് ആവുന്നത്. ഇന്റർ കണക്ഷൻ ഓഫ് 7th and 8th നെർവും ഇവിടെയാണ്. നമുക്ക് റിനീസ് ടെസ്റ്റിനെ കുറിച്ച്. റിനീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ലേ നോക്കാം. പോസിറ്റീവ് ആണെങ്കിൽ എയർ കണ്ടക്ഷൻ ബെറ്റർ ദാൻ ബോൺ കണ്ടക്ഷൻ, അപ്പം നോർമൽ ഇയർ ആണ്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താ? സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. എന്നാൽ ബോൺ കണ്ടക്ഷൻ ആണ് എയർ കണ്ടക്ഷനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ അതല്ലേ നെഗറ്റീവ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും ആവാം, സിവിയർ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും ആവാം. അത് നമ്മൾ ഈ ഇത് നോക്കും, ഡെസിബൽ ഗ്രേറ്റർ ദാൻ 15 to 20 ആണെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്, അല്ലെങ്കിൽ സിവിയർ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് സാധാരണ ഉണ്ടാവല് വൈറൽ ഇൻഫെക്ഷൻ വഴിയാണ്. കോസസ് സഡൻ എഡിമ, ഇസ്ചീമിയ, കംപ്രഷൻ ഓഫ് ഇന്നർ ഇയർ. ഇനി വെബേഴ്സ് ടെസ്റ്റ്. വെബേഴ്സ് ടെസ്റ്റ് എന്തിനാ? ടെസ്റ്റ് ഓഫ് ബോൺ കണ്ടക്ഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ട്യൂണിംഗ് ഫോർക്ക് അപ്പർ ഹെഡിൽ വെക്കും, എന്നിട്ട് സൗണ്ട് ലാറ്ററലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ചെവിയിൽ ഒരുപോലെയാണോ കേൾക്കണമെന്നാ ചോദിക്കുക. അപ്പോൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള ആളാണെങ്കിൽ sound lateralized to opposite side of defect. If the patient having conducting hearing loss, sound is lateralized to same side. ഡിഫക്റ്റീവ് ഇയറിലോട്ടിലായിരിക്കും. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ സൗണ്ട് ലാറ്ററലൈസ് ചെയ്യാം. എന്നാൽ ഡിഫക്റ്റ് അല്ലാത്ത മറ്റേ ഇയറിലോട്ടായിരിക്കും ഇവിടെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ സൗണ്ട് ലാറ്ററലൈസ് ആവും. ഓക്കെ, അപ്പം റിനീസ് പറഞ്ഞു, വെബേഴ്സ് പറഞ്ഞു. ഇനി ABC, അബ്സല്യൂട്ട് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റ്. ഒന്നുകിൽ സെയിം ആസ് എക്സാമിനർ ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് എൻഡ് ആയിരിക്കും. സെയിം ആസ് എക്സാമിനർ ആണെങ്കിൽ നോർമൽ ആണ്, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഒന്നും അസസ്ഡ് അല്ല. എന്നാൽ ഡിക്രീസ്ഡ്, ഷോർട്ട് എൻഡ് ആണെങ്കിൽ ബോൺ കണ്ടക്ഷൻ ഡിക്രീസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. പിന്നെ ഷ്വാബാക് ടെസ്റ്റ് ഉണ്ട്. ഷ്വാബാക് ടെസ്റ്റ് ABCയുടെ സിമിലർ ആണ്, പക്ഷെ ട്രാഗസ് കവേർഡ് അല്ല. അതാണ് ഷ്വാബാക്കിന്റെ ഡിഫറൻസ്. പിന്നെ അതിൽ റിസൾട്ട് രണ്ടായിട്ടാണ് പറയും, ഒന്നുകിൽ ഷോർട്ട് എൻഡ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ്. ഇൻക്രീസ്ഡും ആവാം ഡിക്രീസ്ഡും ആവാലോ, അങ്ങനെ. അപ്പം ഡിക്രീസ്ഡ് ആണെങ്കിൽ, ഷോർട്ട് എൻഡ് ആണെങ്കിൽ ബോൺ കണ്ടക്ഷൻ ഡിക്രീസ്ഡ് എന്നല്ലേ, അപ്പോൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഇൻക്രീസ്ഡ് ആണെങ്കിൽ, ലെങ്ത് എൻഡ് ആണെങ്കിൽ ബോൺ കണ്ടക്ഷൻ എക്സാമിനേഴ്സിനേക്കാളും കൂടുതലാണെന്ന് അർത്ഥം. അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി പ്യുവർ ടോൺ ഓഡിയോമെട്രി. പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്തിനാ? എത്രയാണ് ഹിയറിംഗ് ലോസ്, എത്ര ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് പ്യുവർ ടോൺ ഓഡിയോമെട്രി. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ, സെൻസറി ന്യൂറൽ ആണോ, മിക്സ്ഡ് ആണോ, ഡിറ്റർമൈൻ ദി എഫക്റ്റഡ് ഫ്രീക്വൻസി, ഏത് എഫക്റ്റ് ആണ്, ഏത് ഫ്രീക്വൻസിയാണ് എഫക്റ്റ് ആയത് എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ ഡിറ്റർമൈൻ ദി ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ്, ഡിഗ്രി ഓഫ് ഹിയറിംഗ് ലോസ് എത്രയാണെന്ന് മനസ്സിലാക്കാം. ഇതൊരു സബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. പിന്നെ ഹിയറിംഗ് ലോസിന് നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് നാലാക്കാം. മൈൽഡ് എന്ന് പറയുമ്പോൾ 26 to 40 ഡെസിബൽ, മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 41 to 60 ആണ്, സിവിയർ 61 to 80, ഓവർ 80 ആകുമ്പോൾ പ്രൊഫൗണ്ട്. ഇനി ഓഡിയോഗ്രാമിന്റെ സിമ്പിൾസ് കാണാലോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി സ്റ്റെപ്സ് ഫോർ റീഡിങ്. ഓഡിയോഗ്രാമിനെ എങ്ങനെ റീഡ് ചെയ്യാം? ആദ്യം നമ്മൾ നോക്കുക, ലെഫ്റ്റ് ഇയർ ആണോ അല്ലെങ്കിൽ റൈറ്റ് ഇയർ ആണ്. ഡിറ്റർമൈൻ വിച്ച് ഇയർ, ഏത് ഇയർ ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുക, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. പിന്നെ എ ബി ഗ്യാപ്പ് ഉണ്ടോ ഇല്ലേ നോക്കുക. എ ബി ഗ്യാപ്പ് ആബ്സെന്റ് ആണ് എന്നാൽ ബോൺ കണ്ടക്ഷൻ ഡിഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും. എന്നാൽ എ ബി ഗ്യാപ്പ് ഉണ്ട്, ഗ്രേറ്റർ ദാൻ 15 ഡെസിബൽ ഉണ്ട്, ബോൺ കണ്ടക്ഷൻ നോർമലും കൂടെ ആണെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിരിക്കും. എന്നാൽ ബോൺ കണ്ടക്ഷൻ ഡിഫക്റ്റീവ് ആണ്, എ ബി ഗ്യാപ്പ് പ്രസന്റും കൂടെ ആണെങ്കിലോ മിക്സ്ഡ് ഹിയറിംഗ് ലോസ്, കണ്ടക്റ്റീവും സെൻസറി ന്യൂറലും. പിന്നെ നമ്മൾ നോക്കും സ്ലോപ്പ് എങ്ങനെയാണ്, അപ്പ് സ്ലോപ്പിംഗ് ആണോ ഡൗൺ സ്ലോപ്പിംഗ് ആണോ എന്നൊക്കെ നോക്കും. അപ്പ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോ ഫ്രീക്വൻസി ആണ്, വിനിയസ് ഡിസീസ്. ഡൗൺ സ്ലോപ്പിംഗ് ആവുമ്പോൾ അതിനർത്ഥം എന്താ? ഹൈ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ് ആണ്. അതിലേക്ക് വരാം, നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, ഓട്ടോടോക്സിസിറ്റി, പ്രെസ്ബൈക്യൂസിസ്. ഈ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുമ്പോൾ അതിൽ ഡിപ്പ് അറ്റ് 4000 ഹെഡ്സ് എന്ന് പറയലുണ്ട് ഒരു ഫീച്ചറായിട്ട്. പിന്നെ അതേപോലെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും കാർഹാർട്സ് നോട്ട്
കൂടെ ഉള്ളതാണ് ഓട്ടോസ്ക്ലിറോസിസ്. ഈ കാർഹാർട്ട്സ് നോട്ട്സ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ ഡിപ്പ് അറ്റ് 2000 ഹെഡ്സ് ആണ്. അപ്പൊ ഡിപ്പ് അറ്റ് 4000 ഹെഡ്സ് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ്, അറ്റ് 2000 ഹെഡ്സിൽ ഡിപ്പ് ആണെങ്കിൽ കാർഹാർട്ട്സ് നോട്ട്സ്. ഇനി ടിമ്പനോമെട്രി. ടിമ്പനോമെട്രി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് ഫോർ യൂസ്റ്റേഷൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. മെഷേഴ്സ് കോംപ്ലിയൻസ്, മിഡിൽ ഇയർ പ്രഷർ, അതൊക്കെ മെഷർ ചെയ്യും. കോംപ്ലിയൻസ് എന്ന് പറഞ്ഞാൽ ടിമ്പാനിക് മെംബ്രെയിന്റെ മൊബിലിറ്റി മെഷർ ചെയ്യുന്നത്. പിന്നെ മിഡിൽ ഇയർ പ്രഷർ. ഇനി ഓട്ടോ അക്കസ്റ്റിക് എമിഷൻ. ഓട്ടോ അക്കസ്റ്റിക് എമിഷൻ എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി ഓഫ് ഔട്ടർ ഹെയർ സെൽസ് പ്രൊഡ്യൂസസ് എ സൗണ്ട്. ആ സൗണ്ടിനെ നമ്മൾ റെക്കോർഡ് ചെയ്യും ത്രൂ ഓക്കെ. അങ്ങനെ റെക്കോർഡ് അതൊരു പ്രോബ് വഴി നോക്കും. അതിൽ നമ്മൾ ഓട്ടോ അക്കസ്റ്റിക് എമിഷന് രണ്ടായിട്ട് വരാം. സ്പോണ്ടേനിയസും ഉണ്ട്, ഇവോക്കഡും ഉണ്ട്. ഇവോക്കിൽ തന്നെ ട്രാൻസിയന്റും ഉണ്ട്, ഡിസ്റ്റോഷൻ പ്രൊഡക്റ്റും ഉണ്ട്. ട്രാൻസിയന്റ് എന്തിനാ യൂസ് ചെയ്യുക? നിയോനാറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഡിസ്റ്റോഷൻ പ്രൊഡക്റ്റ് ഓട്ടോടോക്സിസിറ്റിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. ഇനി ബെറ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെം ഇവോക്ഡ് റെസ്പോൺസ് ഓഡിയോമെട്രി. ഇതൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. എ സൗണ്ട് ഈസ് ഗിവൺ ബൈ എ പ്രോബ്, റെസ്പോണ്ട് ഈസ് റെക്കോർഡഡ് ഇൻ ദി ഫോം ഓഫ് എ ഗ്രാഫ് ബൈ ഇലക്ട്രോഡ്സ്. ഇൻഡിക്കേഷൻസ് ടു ഫൈൻഡ് മലിംഗറിംഗ് ഫൈൻഡ് ചെയ്യാൻ, ഡയഗ്നോസ് ഹിയറിംഗ് ലോസ്, ഇൻഫാൻസിൽ എത്രത്തോളം ഹിയറിംഗ് ലോസ് ഉണ്ട്, ടു ഡിഫറൻഷിയേറ്റ് കോക്ലിയർ ആൻഡ് റിട്രോ കോക്ലിയർ ഹിയറിംഗ് ലോസ്. അപ്പോൾ കോക്ലിയർ ആൻഡ് റിട്രോ കോക്ലിയർ ഹിയറിംഗ് ലോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, പിന്നെ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടോന്ന്, മലിംഗറിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യാൻ, പിന്നെ ഡയഗ്നോസ് ഹിയറിംഗ് ലോസ് ഇൻഫാൻസിൽ ഡയഗ്നോസ് ചെയ്യാൻ. എനിക്ക് ബെറ. ഇനി കലോറിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നാ ഇത് ചെയ്യുന്ന ഇതിന്റെ ബൈതേർമൽ കലോറിക് ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ ഫിറ്റ്സ് ജെറാൾഡ് ഹാൾപേക്ക് മാനുവർ എന്നും പറയും. ഫിറ്റ്സ് ജെറാൾഡ് ഹാൾപേക്ക് മാനുവർ അല്ലെങ്കിൽ ബൈതേർമൽ കലോറിക് ടെസ്റ്റ്. സംഭവം ഒന്നുമില്ല, സ്റ്റിമുലേഷൻ ഓഫ് ദി ഇന്നർ ഇയർ വിത്ത് കോൾഡ് ആൻഡ് ഹോട്ട് വാട്ടർ, ടെമ്പറേച്ചർ പ്ലസ് ഓർ മൈനസ് 7 ഡിഗ്രി ഓഫ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പോൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ 37 ആണല്ലോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. 37 + 7 എന്ന് വെച്ചാൽ 44 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു 44 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹോട്ട് വാട്ടർ യൂസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കോൾഡ് വാട്ടർ 37-ന് 7 കൊടുക്കുക, 30 ഡിഗ്രിയിൽ. അപ്പം ഹോട്ട് വാട്ടർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിസ്റ്റാഗ്മസ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും. കോൾഡ് വാട്ടർ ആണെങ്കിലോ നിസ്റ്റാഗ്മസ് ടുവാർഡ്സ് സെയിം സൈഡ്. പേഷ്യന്റിനെ എങ്ങനെ വെക്കുക? സുപ്പൈൻ, ഹെഡ് എലവേറ്റഡ് ബൈ 30 ഡിഗ്രി ഓർ സിറ്റിംഗ്, ഹെഡ് ടിൽറ്റഡ് ബൈ 60 ഡിഗ്രി. പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം പറയുന്നത് ടൂലിയോസ് ഫിനോമിന. ടൂലിയോസ് ഫിനോമിന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് വേർട്ടിഗോ ഓൺ ലൗഡ് സൗണ്ട്സ്. ഇനി ഡിക്സ് ഹാൾപേക്ക് മാനുവർ. ഡിക്സ് ഹാൾപേക്ക് മാനുവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് ഫോർ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വേർട്ടിഗോ. BPPV-നെ മെഷർ ചെയ്യാനുള്ളതാണ് ഡിക്സ് ഹാൾപേക്ക് മാനുവർ. Turn the patient head to one side. Lay patient down with head overhanging at 45 degree. It stimulates posterior semicircular canal. ഡിഫ്യൂസ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ. ഡിഫ്യൂസ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുന്നത് സ്വിമ്മേഴ്സ് ഇയർ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഇയർ എന്നൊക്കെ പറയും. ഡിഫ്യൂസ് ഇൻഫ്ലമേഷൻ ഓഫ് മിയാറ്റൽ സ്കിൻ വിച്ച് മേ സ്പ്രെഡ് ടു ഇൻവോൾവ് പിന്ന ആൻഡ് എപ്പിഡെർമൽ ലെയർ ഓഫ് ടിമ്പാനിക് മെംബ്രെയിൻ. പെയിൻഫുൾ മൂവ്മെന്റ് ഓഫ് പിന്ന ആൻഡ് ജോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എങ്ങനെയാണ്? ഭയങ്കര എഡിമാറ്റസ് ആണ്. ഇറ്റിയോളജി എന്താ പറയുക? ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. പിന്നെ അതുപോലെ സ്വിമ്മേഴ്സിന് എക്സസീവ് സ്വെറ്റിംഗ്, ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവുമ്പോൾ അത് മിയാറ്റൽ സ്കിന്നിലെ pH ചേഞ്ച് ചെയ്യിക്കും. എന്ന് വെച്ചാൽ ആസിഡിക് നിന്ന് ആൽക്കലൈൻ ആക്കും. അപ്പൊ എന്തുണ്ടാവും? അവിടെ കുറെ പാത്തജൻസിന്റെ ഗ്രോത്തിന് അത് സഹായിക്കും. പിന്നെ കോമൺ ഓർഗാനിസംസ് ആയിരിക്കാം സ്റ്റാഫ് ഓറിയസ്, സ്യൂഡോമോണാസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുമ്പോൾ അക്യൂട്ട് ഫേസും ക്രോണിക് ഫേസും. അക്യൂട്ട് ഫേസിൽ ഹോട്ട് ബേണിംഗ് സെൻസേഷൻ, പിന്നെ പെയിൻ അഗ്രവേറ്റഡ് ഓൺ ജോ മൂവ്മെന്റ്സ്, തിൻ സീറസ് ഡിസ്ചാർജ് ബിക്കം തിക്ക് പുരുലന്റ്, മിയാറ്റൽ ലൈനിങ് ഇൻഫ്ലെയിംഡ് swollen, collection of debris and discharge accompanied with miatal swelling give rise to conductive hearing loss. Chronic phase irritation and strong desire to itch. Discharge is scanty and may dry to form crust. മാനേജ്മെന്റ് എന്താ? ഇയർ ടോയ്ലറ്റിംഗ്, ടോപ്പിക്കൽ ഇയർ ഡ്രോപ്സ്, ആന്റിബയോട്ടിക്സ് അഗെയിൻസ്റ്റ് സ്യൂഡോമോണാസ്, അനാൽജസിക്സ് ഫോർ പെയിൻ റിലീഫ്. ഇനി മലിഗ്നന്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ. മലിഗ്നന്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റീവ് കണ്ടീഷൻ ബൈ സ്യൂഡോമോണാസ്. സീൻ ഇൻ എൽഡർലി, ഇമ്യൂണോ കോംപ്രമൈസ്ഡ്, ഡയബറ്റീസ്, സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇമ്യൂണോ സപ്രസീവ് ഡ്രഗ് യൂസ് ചെയ്യുന്നവർ, അവരിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ എൽഡർലിയിൽ ഏത്? മലിഗ്നന്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ. ഒരു ഷോർട്ട് നോട്ടാണ്, ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടാണ് മലിഗ്നന്റ് ഒട്ടൈറ്റിസ് എക്സ്റ്റേണ. ഓൾസോ കോൾഡ് സ്കൾ ബേസ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയും. കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു ട്യൂമറാണ്, മലിഗ്നന്റ് ആണ്. ട്യൂമർ അല്ല. Okay, also known as skull base osteomyelitis, infective condition by Pseudomonas, seen in elderly, immunocompromised patients. Clinically, എന്തൊക്കെ പറയാം? Severe pain, ear discharge. Ear discharge എങ്ങനെയാ? Excruciating pain, appearance of granulation on ear canal. Facial paralysis is common, may spread to skull base, causing multiple cranial nerve palsies. Also known as skull base osteomyelitis.
ഇൻഫെക്ഷൻ എവിടെയൊക്കെ സ്പ്രെഡ് ആവും? ആന്റീരിയർലി, പോസ്റ്റീരിയർലി, മീഡിയലി ഒക്കെ സ്പ്രെഡ് ആവും. ആന്റീരിയർലി ടെമ്പറോമാൻഡിബുലാർ ഫോസയിലോട്ട്, പോസ്റ്റീരിയർലി മാസ്റ്റോയിഡിലോട്ട്, പിന്നെ മീഡിയലി മിഡിൽ ഇയറിലോട്ടും ബെട്രസ് ബോണിലോട്ടൊക്കെ സ്പ്രെഡ് ആവും. ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ ഏർലി ഡയഗ്നോസിസിന് ടെക്നീഷ്യം 99 സ്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബോൺ സ്കാൻ ആണ്. പിന്നെ CT സ്കാൻ യൂസ് ചെയ്യും, ഗാലിയം 67 യൂസ് ചെയ്യും. ട്രീറ്റ്മെന്റ് ആയിട്ട് ഒന്ന് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം, ഇയർ ടോയ്ലറ്റിങ്, ആന്റിബയോട്ടിക്സ് അഗെയിൻസ്റ്റ് സ്യൂഡോമോണാസ്, സിപ്രോഫ്ലോക്സാസിൻ ഓറൽ ആയിട്ട്, പിന്നെ തേർഡ് ജനറേഷൻ സെഫലോസ്പോറിൻസ്, സെഫ്റ്റാസിഡിൻ, ന്യൂയർ പെനിസിലിൻസ്. നെക്സ്റ്റ് ആണ് ഓട്ടോമൈക്കോസിസ്. ഓട്ടോമൈക്കോസിസ് എന്ന് പറഞ്ഞ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, ഇയർ കനാലിന്റെ ഫംഗൽ ഇൻഫെക്ഷൻ ഡ്യൂ ടു ആസ്പെർജില്ലസ് നൈഗർ, കാൻഡിഡ ആൽബിക്കൻസ്, സീൻ ഇൻ ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇന്റൻസ് ഇച്ചിങ്, പെയിന്, ഡിസ്കംഫർട്ട്, വാട്ടറി ഡിസ്ചാർജ് വിത്ത് മസ്റ്റി ഓർഡർ ആൻഡ് ഇയർ ബ്ലോക്കേജ്. ഫംഗൽ മാസ് ബേബി വൈറ്റ്, ബ്രൗൺ, ബ്ലാക്ക്. ഓൺ എക്സാമിനേഷൻ വിത്ത് ഓട്ടോസ്കോപ്പ് നമുക്ക് എന്താ, ഇപ്പൊ നൈഗർ ആണെങ്കിൽ ബ്ലാക്ക് ഹെഡഡ് ഫിലമെന്റ് ആയിട്ട് കാണും, ഫ്യൂമിഗേറ്റസ് ആണെങ്കിൽ പെയിൽ ബ്ലൂ ഓർ ഗ്രീനിഷ് കളർ, കാൻഡിഡ ആകുമ്പോൾ വൈറ്റ് ഓർ ക്രീമി ഡിപ്പോസിറ്റ്. മിയാറ്റൽ സ്കിന്ന് സഡൻ റെഡ് എഡിമാറ്റസ്. ട്രീറ്റ്മെന്റ് എന്താ, ഇയർ ടോയ്ലറ്റിംഗ് ബൈ സിറിഞ്ചിങ്, സക്ഷൻ ഓർ മോപ്പിംഗ്. സ്പെസിഫിക് ആന്റി ഫംഗൽസ് നിസ്റ്റാറ്റിൻ യൂസ് ചെയ്യാലോ അഗെയിൻസ്റ്റ് കാൻഡിഡ, ഓൾസോ ക്ലോട്രിമോക്സസോൾ, പോവിഡോൺ അയോഡിൻ. ഇനി കെരാറ്റോസിസ് ഒബ്റ്റുറൻസ്. കെരാറ്റോസിസ് ഒബ്റ്റുറൻസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് പേർലി വൈറ്റ് മാസ് ഓഫ് ഡീസ്ക്വാമേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ഇൻ ഡീപ് മിയാറ്റസ്. ഇതിന്റെ പ്രഷർ എഫക്റ്റ് കാരണം വൈഡനിങ് ഓഫ് മിയാറ്റസ്, ഫേഷ്യൽ നെർവ് ഈസ് എക്സ്പോസ്ഡ് ആൻഡ് പാരലൈസിസ്. ഇറ്റിയോളജി പറയുമ്പോൾ 5 to 20 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലാണ് മോസ്റ്റ് കോമൺ. ഒന്നുകിൽ ഒരു ചെവിനെ മാത്രം അല്ലെങ്കിൽ രണ്ട് ചെവിനെ എഫക്ട് ചെയ്യാം. അപ്പം keratosis obturans, collection of pearly white mass of desquamated epithelial cells in deep meatus. By its pressure effect, widening of meatus, facial nerve is exposed and paralyzed. 5 to 20 years of age group are most common. One or both ears are affected, associated with bronchiectasis, chronic sinusitis, failure of migration of epithelium by wax. അതല്ലേ സംഭവം. അപ്പോൾ അക്യുമുലേഷൻ ഓഫ് എപ്പിത്തീലിയൽ പ്ലഗ് ഇൻ ഡീപ് മിയാറ്റസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോൾ പെയിൻ ഉണ്ടാവും, ഹിയറിംഗ് ലോസ്, ടിനിറ്റസ്. ഓൺ എക്സാമിനേഷൻ ഇയർ കനാൽ ഫുൾ ഓഫ് പേർലി വൈറ്റ് മാസ് ഓഫ് കെരാറ്റിൻ മെറ്റീരിയൽ, റിമൂവൽ ഓഫ് തിൻ, ഈ മാസ് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ പേർലി വൈറ്റ് മാസ് കെരാറ്റിൻ മെറ്റീരിയൽ അവിടെ ഞാൻ നിൽക്കില്ല, അതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ വൈഡനിങ് ഓഫ് ബോണി മിയാറ്റസ് ഒക്കെ വൈഡൻ ആയി വിത്ത് അൾസറേഷൻ, ഈവൻ ഗ്രാൻലോമ. ട്രീറ്റ്മെന്റ് എന്താ, സിറിഞ്ചിങ് ചെയ്യാം, ഇൻസ്ട്രുമെന്റേഷൻ. പേഷ്യന്റ് ഷുഡ് ബി പീരിയോഡിക്കലി ചെക്ക്ഡ് ആൻഡ് റീ അക്യുമുലേഷൻസ് ആർ റിമൂവ്ഡ്. അപ്പം അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ നോർമൽ ആയിട്ടുള്ളതും അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയയുടെ ഡിഫറൻസ് കാണാലോ. ഇപ്പോൾ ടിമ്പാനിക് മെമ്പർ ഓട്ടോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ ലൈറ്റ് റിഫ്ലെക്സ് ഒക്കെ സാധാരണ ടിമ്പാനിക് മെമ്പറയിൽ ഉണ്ടായിരുന്നു, ഇത് ലൈറ്റ് റിഫ്ലെക്സ് ഒക്കെ ലോസ് ആയി, എരിതമ, ഒപ്പാസിഫിക്കേഷൻ, ബൾജിങ് ഓഫ് ടിമ്പാനിക് മെംബ്രെയിൻ. പസ്സൊക്കെയാണ് അനാട്ടമി ഒന്ന് നോക്കുമ്പോൾ കാണാലോ, ഒബ്സ്ട്രക്റ്റഡ് യൂസ്റ്റേഷൻ ട്യൂബ് ഒക്കെ ഒബ്സ്ട്രക്റ്റ് ആയി, പസ് അവിടെ ഉണ്ടായി, പോസിബിൾ സ്പ്രെഡ് ടു മാസ്റ്റോയിഡ് ബോണിലോട്ടൊക്കെ പോയി മാസ്റ്റോയിഡൈറ്റിസ് ഒക്കെ ഉണ്ടാക്കാം. ഇറ്റിയോളജി പറയുമ്പോൾ മോസ്റ്റ് കോമൺ കോസ് എന്താ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. മോസ്റ്റ് കോമൺ റൂട്ട് ഓഫ് സ്പ്രെഡ് എന്ന് പറഞ്ഞ യൂസ്റ്റേഷൻ ട്യൂബാണ്. മോസ്റ്റ് common in infants and children, lower socio-economic group. Also a risk factor. പിന്നെ roots of infection പറയുമ്പോൾ via eustachian tube, via external ear. പിന്നെ ബ്ലഡ് ബോൺ ഉണ്ട്, പക്ഷെ അത് റയർ ആണ്. ഏറ്റവും മോസ്റ്റ് കോമൺ യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. ഇനി പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ്, റിക്കറന്റ് അറ്റാക്ക് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇൻഫെക്ഷൻസ് ഓഫ് ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്, ക്രോണിക് റൈനൈറ്റിസ്, സൈനോസൈറ്റിസ്, നാസൽ അലർജി, ക്ലെഫ്റ്റ് പാലറ്റ്. ഇനി സ്റ്റേജ് പറയുമ്പോൾ മെയിൻലി 5 സ്റ്റേജ് ആണ്. സ്റ്റേജ് ഓഫ് ട്യൂബൽ ഒക്ലൂഷൻ, സ്റ്റേജ് ഓഫ് പ്രീ സപ്പറേഷൻ, സ്റ്റേജ് ഓഫ് സപ്പറേഷൻ, സ്റ്റേജ് ഓഫ് റിസൊല്യൂഷൻ, സ്റ്റേജ് ഓഫ് കോംപ്ലിക്കേഷൻ. ട്യൂബൽ ഒക്ലൂഷൻ ഫസ്റ്റ് സ്റ്റേജ് എന്താ, സ്റ്റേജ് ഓഫ് ട്യൂബൽ ഒക്ലൂഷൻ, എഡിമ ആൻഡ് ഹൈപ്പറീമിയ ഓഫ് നാസോഫാരിങ്സ് അറ്റ് ദി എൻഡ് ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. അപ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് ബ്ലോക്ക് ആയി, യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഡിസ്ഫങ്ഷൻ, മിഡിൽ ഇയർ പ്രഷർ ബിക്കംസ് നെഗറ്റീവ് ആൻഡ് ടിമ്പാനിക് മെമ്പർ റിട്രാക്ട് ആവും. പിന്നെ സ്റ്റേജ് ഓഫ് പ്രീ സപ്പറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഹൈപ്പറീമിയ ഓഫ് മിഡിൽ ഇയർ മ്യൂക്കോസ, കാർട്ട്വീൽ അപ്പിയറൻസ് ഓഫ് ടിമ്പാനിക് മെമ്പർ എന്നൊക്കെ പറയുന്നത് പ്രീ സപ്പറേറ്റീവ് സ്റ്റേജിലാണ്, വെരി റെഡ് ടിമ്പാനിക് മെമ്പറൈൻ. ഇനി സ്റ്റേജ് ഓഫ് സപ്പറേഷൻ, എക്സുഡേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ മിഡിൽ ഇയർ, പസ് ഫോംഡ് ഇൻ മിഡിൽ ഇയർ, ടിമ്പാനിക് മെമ്പറൈൻ ബൾജായി, പൾസറ്റിലോട്ടോറിയ, പിന്നെ ടിമ്പാനിക് മെമ്പറൈൻ റപ്ചർ ആയി, ഫീവർ ഒക്കെ ഉണ്ടാവും. സ്റ്റേജ് ഓഫ് റിസൊല്യൂഷനിലാണ് ടിമ്പാനിക് മെമ്പറൈൻ റപ്ചർ ആയല്ലോ, പസ് ഒക്കെ റിലീസ് ആയല്ലോ, അപ്പോൾ ഇയർ ഏക്ക് ഒക്കെ റിലീവ് ആവും, ഫീവർ കംസ് ഡൗൺ ചെയ്യും, പിന്നെ ചൈൽഡിന് ഒരു ബെറ്റർ ഫീൽ ഉണ്ടാവും. പിന്നെ സ്റ്റേജ് ഓഫ് കോംപ്ലിക്കേഷനിൽ എന്താ, ഡിസീസ് സ്പ്രെഡ് ബിയോണ്ട് കൺഫൈൻഡ്, മിഡിൽ ഇയറിന്റെ പുറത്തോട്ട് പോകും, അക്യൂട്ട് മാസ്റ്റോയിഡൈറ്റിസ്, ഫേഷ്യൽ നെർവ് പാരാലിസിസ്, പെട്രോസൈറ്റിസ്, എക്സ്ട്രാ ഡ്യൂറൽ ആബ്സസ്. മാനേജ്മെന്റ് എന്താ, ആന്റി ബാക്ടീരിയൽ തെറാപ്പി കൊടുക്കാം, ആംബിസിലിന്, അമോക്സിസിലിന്, പിന്നെ ഡീകൺജസ്റ്റന്റ് നാസൽ ഡ്രോപ്സ്, എഫെഡ്രിൻ നോസ് ഡ്രോപ്സ്, പിന്നെ ഓറൽ നാസൽ ഡീകൺജസ്റ്റൻസ്, സ്യൂഡോഎഫെഡ്രിൻ, പിന്നെ അനാൽജറ്റിക്സ്, ആന്റിപൈററ്റിക്സ്, ഇയർ ടോയ്ലറ്റ്, ഡ്രൈ ലോക്കൽ ഹീറ്റ് ഹെൽപ്സ് ടു റിലീവ് പെയിൻ. പിന്നെ മൈറിംഗോട്ടമി, ഇൻസിഷൻ അറ്റ് പോസ്റ്റീരിയർ ഇൻഫീരിയർ ക്വാഡ്രന്റ്, J-shaped curvilinear incision is preferred. ഇനി അക്യൂട്ട് നെക്രോട്ടൈസിംഗ് ഒട്ടൈറ്റിസ് മീഡിയ, പോസിറ്റീവ് ഓർഗാനിസം ആരാ, ബീറ്റ ഹിമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ്.
marginal perforation ആണ് ഇതിലുള്ളത്. Rapid destruction of whole tympanic membrane with its annulus mucosa പിന്നെ എന്താ പറയാ with its okay. Tympanic membrane മൊത്തത്തിൽ rapidly destruct ആവും acute necrotizing otitis medial with its annulus, mucosa of promontory, ossicular chain and even mastoidea cells. Profuse otorrhea ആണ്. Healing followed by fibrosis or ingrowth of squamous epithelium. Treatment എന്താ? Antibacterial therapy. If not resolves, cortical mastoidectomy ചെയ്യാം. ഓക്കെ, ഇനി നോസിൽ നമ്മൾ മെയിൻ ആയിട്ട് കോമൺ സൈറ്റ് ഫോർ എപ്പിസ്റ്റാക്സിസ് ഏതാ? കിസൽബാക്സ് പ്ലെക്സസ്, ലിറ്റിൽസ് ഏരിയ. An anastomosis of 5 arteries: anterior ethmoidal artery, posterior ethmoidal artery, sphenopalatine artery, greater palatine artery, and the septal branch of superior labial artery. പിക്കിൽ കാണാവേ superior labialന്റെ septal branch, പിന്നെ anterior and posterior ethmoidal arteries, sphenopalatine, greater palatine. നമുക്ക് DNS, deviated nasal septum. കുട്ടികളിലാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഐറ്റിയോളജി എന്താ? ട്രോമ, ലാറ്ററൽ ബ്ലോ, ഫ്രോണ്ടൽ ബ്ലോ, ബർത്ത് ട്രോമ. പിന്നെ ഡെവലപ്മെന്റൽ എറേഴ്സ് ലൈക്ക് ഹൈ ആർച്ച്ഡ് പാലറ്റ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡെന്റിഷൻ, അൺഈക്വൽ ഗ്രോത്ത് ബിറ്റ്വീൻ പാലറ്റ്, സ്കൾ, ബേസ് ഓഫ് സ്കള്. പിന്നെ റേഷ്യൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ വൈറ്റിലാണ് ബ്ലാക്കിനേക്കാളും കൂടുതൽ. പിന്നെ DNSന്റെ ടൈപ്സ്: ആന്റീരിയർ ഡിസ്ലൊക്കേഷൻ, സി ഷേപ്ഡ് ഡിഫോമിറ്റി, എസ് ഷേപ്ഡ് ഡിഫോമിറ്റി, സ്പേഴ്സ്, തിക്കനിങ്. പിക്കില് നോർമൽ നോസ്, പിന്നെ സി ഷേപ്ഡ് ഡീവിയേഷൻ കണ്ടില്ലേ, പിന്നെ എസ് ഷേപ്ഡ് ഡീവിയേഷൻ, പിന്നെ സ്പെർ, തിക്കനിങ്. അതൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെ പറയാം? നാസൽ ഒബ്സ്ട്രക്ഷൻ, യൂണിലാറ്ററൽ ആവാം, ബൈലാറ്ററൽ ആവാം, ഹെഡേക്ക് ഉണ്ടാവും, സൈനസൈറ്റിസ് ഉണ്ടാവും, എപ്പിസ്റ്റാക്സിസ്, ഡ്രൈയിങ് എഫക്റ്റ് ഓഫ് എയർ കാരണം ക്രസ്റ്റ് ഫോം ചെയ്യണം, ക്രസ്റ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ബ്ലീഡ് ഉണ്ടാവും, അപ്പോൾ എപ്പിസ്റ്റാക്സിസ്. പിന്നെ അനോസ്മിയ, ടോട്ടൽ ഓർ പാർഷ്യൽ ലോസ് ഓഫ് സ്മെൽ, എക്സ്റ്റേണൽ ഡിഫോമിറ്റി, മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ്. ട്രീറ്റ്മെന്റ് എന്താ? മൈനർ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല. ഓൺലി ഇൻ കേസ് ഓഫ് ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ വേണം. SMR ചെയ്യാം, സെപ്റ്റോപ്ലാസ്റ്റിയും ചെയ്യാം. SMR എന്ന് പറഞ്ഞാൽ എന്താ? സബ്മ്യൂക്കോസൽ റിസെക്ഷൻ, ജനറലി ഇൻ അഡൾട്ട് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ. എന്താ ചെയ്യുക SMRൽ? എലവേറ്റിംഗ് ദി മ്യൂക്കോപെരിക്കോൺട്രിയൽ ആൻഡ് മ്യൂക്കോപെരിയോസ്റ്റിയൽ ഫ്ലാപ്പ് ഓൺ എയ്തർ സൈഡ് ഓഫ് സെപ്റ്റം. സെപ്റ്റത്തിന്റെ ഏതർ സൈഡിലുള്ള മ്യൂക്കോപെരിക്കോൺട്രിയൽ മ്യൂക്കോപെരിയോസ്റ്റിയൽ ഫ്ലാപ്പിനെ നമ്മൾ എലവേറ്റ് ചെയ്യും. എന്നിട്ട് റിമൂവിംഗ് ദി ഡിഫക്റ്റഡ് പാർട്ട് ഓഫ് ബോണി ആൻഡ് കാർട്ടിലേജിനസ് സെപ്റ്റം. എന്നിട്ട് ആ ഫ്ലാപ്പിനെ റീപൊസിഷൻ ചെയ്യും. അതാണ് SMR. എന്നാൽ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് SMRനേക്കാളും ഏറ്റവും ബെറ്റർ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യലാണ്. ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് സെപ്റ്റോപ്ലാസ്റ്റി ആണ്. സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ കൺസർവേറ്റീവ് ആണ്. സെപ്റ്റൽ ഫ്രെയിം വർക്ക് റിട്ടൈൻഡ് ആണ്. ഓൺലി മോസ്റ്റ് ഡീവിയേറ്റഡ് പാർട്സ് മാത്രമാണ് റിമൂവ് ആക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് സെപ്റ്റൽ ഫ്രെയിം വർക്ക് ഈസ് കറക്റ്റഡ് ആൻഡ് റീപൊസിഷൻഡ് ബൈ പ്ലാസ്റ്റിക് സർജറി. ഇറ്റ്സ് ഓൾമോസ്റ്റ് റീപ്ലേസ്ഡ് ബൈ SMR. Usually done after 17 years of age. ഇനി സെപ്റ്റൽ ഹെമറ്റോമ. സെപ്റ്റൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ എന്താ? ഹെമറ്റോമ ബ്ലഡിന്റെ കളക്ഷൻ. അപ്പോൾ കളക്ഷൻ ഓഫ് ബ്ലഡ് അണ്ടർ പെരികോൺട്രിയം ഓർ പെരിയോസ്റ്റിയം ഓഫ് നാസൽ സെപ്റ്റം. ക്ലിനിക്കൽ ഫീച്ചർ എന്തൊക്കെയാ? ബൈലാറ്ററൽ നാസൽ ഒബ്സ്ട്രക്ഷൻ വിത്ത് ഫ്രോണ്ടൽ ഹെഡേക്ക്, സെൻസ് ഓഫ് പ്രഷർ ഓവർ നാസൽ ബ്രിഡ്ജ്. ഓൺ എക്സാമിനേഷൻ, സ്മൂത്ത് റൗണ്ടഡ് സ്വെല്ലിംഗ് ഓഫ് നാസൽ സെപ്റ്റം ഇൻ ബോത്ത് നാസൽ ഫോസെ. ട്രീറ്റ്മെന്റ് ഇപ്പം സെപ്റ്റൽ ഹെമറ്റോമ സ്മോൾ ആണെങ്കിൽ ആസ്പിരേഷൻ വിത്ത് വൈറ്റ് ബോർ നീഡ്. നമ്മളിപ്പം ഒരു സ്റ്റെറൈൽ നീഡിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആസ്പയർ ചെയ്തെടുക്കാം സ്മോൾ ആണെങ്കിൽ. എന്നാൽ ലാർജർ ഹെമറ്റോമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസൈസ് ചെയ്ത് ഡ്രെയിൻ ചെയ്യണം. എങ്ങനത്തെ ഇൻസിഷനാ? ആൻഡ്രോ പോസ്റ്റീരിയർ ഇൻസിഷൻ. ഓക്കെ. ഇനി സിസ്റ്റമിക് ആന്റിബയോട്ടിക്സ്. സെപ്റ്റൽ ആപ്സസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസ്റ്റമിക് ആന്റിബയോട്ടിക്സും കൊടുക്കും. ഈ സെപ്റ്റൽ ആപ്സസ് എന്ന് പറയുമ്പോൾ സെപ്റ്റൽ ഹെമറ്റോമയുടെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ വഴി ഉണ്ടാവുന്നതാണ് സെപ്റ്റൽ ആപ്സസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ബൈലാറ്ററൽ നാസൽ ഒബ്സ്ട്രക്ഷൻ വിത്ത് പെയിൻ ആൻഡ് ടെൻഡർനെസ് ഓവർ ബ്രിഡ്ജ് ഓഫ് നോസ്. പാറ്റേൺ വിത്ത് ഫീവർ. പേഷ്യന്റ് എങ്ങനെ വരാ? ഫീവർ with chills and rigor. Nasal mucosa congested, submandibular lymph node is enlarged. Treatment drained as much as possible. നമ്മൾ ഡ്രെയിൻ ചെയ്യുക. പസ് അതുപോലെ എന്ത് ചെയ്യുക? ഡ്രെയിൻ ചെയ്യുക. പസ്സിനെ നെക്രോട്ടൈസ്ഡ് പാർട്ടിനെ ഒക്കെ സക്ഷൻ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? നെക്രോസിസ് ഓഫ് സെപ്റ്റൽ കാർട്ടിലേജ്, ഫ്ലാപ്പിന്റെയും അതുപോലെ സെപ്റ്റൽ കാർട്ടിലേജിന്റെ ഒക്കെ നെക്രോസിസ് വരാം. പിന്നെ മെനിഞ്ചൈറ്റിസ്, സെപ്റ്റൽ പെർഫറേഷൻ, കാവണസ് സൈനസ് ത്രോംബോസിസ്. ഇനി നാസൽ സെപ്റ്റത്തിന്റെ പെർഫറേഷൻ എറ്റിയോളജി പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ട്രോമാറ്റിക് ഉണ്ട്, പാത്തോളജിക്കൽ ഉണ്ട്, ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് വഴിയുള്ളതുണ്ട്, ഇഡിയോപ്പതിക് ഉണ്ട്. ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് SMR, കോട്ടറൈസേഷൻ ഓഫ് സെപ്റ്റം വിത്ത് കെമിക്കൽസ്, ഹാബിച്വൽ നോസ് പിക്കിംഗ്. പാത്തോളജിക്കൽ പറയുമ്പോൾ സെപ്റ്റൽ ആബ്സസ്, നാസൽ മിയാസിസ്, റൈനോലിത്ത്, ക്രോണിക് ഗ്രാനുലോമാറ്റസ് കണ്ടീഷൻസ്, TB, ലെപ്രസി, ലൂപ്പസ്. പിന്നെ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ്, പ്രൊലോങ്ഡ് യൂസ് ഓഫ് സ്റ്റീറോയിഡ്, കൊക്കൈൻ അഡിക്ട്സ്, പിന്നെ ഒക്യുപേഷണൽ ആർസനിക്, പിന്നെ ഇഡിയോപ്പതിക്. നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറയാം? പെർഫറേഷൻ അല്ലേ? അപ്പം സ്മോൾ ആന്റീരിയർ പെർഫറേഷൻസ് കോസ് വിസിലിംഗ്
whistling sound during inspiration or expiration. Larger perforation ആണെങ്കിൽ develop crust, അത് റിമൂവ് ചെയ്യുമ്പോൾ ബ്ലീഡ് ആവുകയും ചെയ്യും. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എന്താ, ഫൈൻഡ് ഔട്ട് ദി കോസ് ആദ്യം കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ചിലപ്പം എന്ത് ചെയ്യും, നമ്മൾ ബയോപ്സി എടുക്കും. ഗ്രാനുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അവിടുന്ന് ബയോപ്സി എടുക്കും. ഇനാക്റ്റീവ് സ്മോൾ പെർഫറേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സർജിക്കലി ക്ലോസ്ഡ് ബൈ പ്ലാസ്റ്റിക് ഫ്ലാപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും. ലാർജ് പെർഫറേഷൻസ് ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ, അപ്പം നമ്മൾ ഓക്കെ കീപ് ദി നോസ് ക്രസ്റ്റ്, നമ്മൾ പറയും ഓക്കെ ക്രസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്ന് പറയും. കീപ് ദി നോസ് ക്രസ്റ്റ് ഫ്രീ ബൈ ആൽക്കലൈൻ നാസൽ ഡോച്ചസ്, അപ്ലിക്കേഷൻ ഓഫ് എ ബ്ലാൻഡ് ഓയിൻമെന്റ്. തിൻ സയലിസ്റ്റിക് ബട്ടൺ ഓൾസോ ഗീവ്സ് റിലീഫ്. ചിലപ്പോൾ എന്ത് ചെയ്യും, തിൻ സയലിസ്റ്റിക് ബട്ടൺ വെച്ചിട്ട് റെഡിയാക്കും, അത് റിലീഫ് നൽകുന്ന പറയണം. ഇനി ക്രോണിക് റൈനൈറ്റിസ്. ക്രോണിക് റൈനൈറ്റിസിൽ തന്നെ ക്രോണിക് സിമ്പിൾ റൈനൈറ്റിസ് ഉണ്ട്, ഹൈപ്പർട്രോഫിക് റൈനൈറ്റിസ് ഉണ്ട്, അട്രോഫിക് റൈനൈറ്റിസ്, റൈനൈറ്റിസ് ഇക്ക, റൈനൈറ്റിസ് കേഷ്യോസ. അട്രോഫിക് റൈനൈറ്റിസ് ഒസീനെ എന്താ, ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് നോസ്, അട്രോഫി ഓഫ് നാസൽ മ്യൂക്കോസ ആൻഡ് ടർബിനേറ്റ് ബോൺസ്. നാസൽ കാവിറ്റി റൂമി, ഫൗൾ സ്മെല്ലിംഗ് ക്രസ്റ്റ്. റൂമി ഫൗൾ സ്മെല്ലിംഗ് ക്രസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും അട്രോപിക് റൈനൈറ്റിസ് എന്ന് ആലോചിക്കണം. ഓക്കെ, ഉസീനെ നാസൽ കാവിറ്റി റൂമി ഫൗൾ സ്മെല്ലിംഗ് ക്രസ്റ്റ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. സെക്കൻഡറി എന്ത് കാരണം, സിഫിലിസ്, ലൂപ്പസ്, ലെപ്രസി, റൈനോസ്ക്ലിറോമ, അതൊക്കെ കാരണമുള്ളത്. ഇനി പ്രൈമറി അട്രോപിക് റൈനൈറ്റിസ്, അതിന്റെ ഇറ്റിയോളജി പറയുന്നത് നമ്മൾ ഹെർണിയ എന്ന് ആലോചിക്കണം. H for hereditary factors. E for endocrinal disturbance, starts at puberty, ഫീമെയിൽസിലാണ് ഏറ്റവും കൂടുതൽ മെയിൽസിനേക്കാളും. പിന്നെ R for racial factors, വൈറ്റിലാണ് ബ്ലാക്കിനേക്കാളും. പിന്നെ N for nutritional deficiency, vitamin A, D, iron. പിന്നെ I for infective, Klebsiella auxine, Proteus vulgaris, E. coli. A for autoimmune processes. പാത്തോളജി എന്താ, ciliated columnar epithelium ലോസ്റ്റ് ആയി അവിടെ എന്ത് ചെയ്തു, റീപ്ലേസ്ഡ് ബൈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ടൈപ്പ്. അട്രോഫി ഓഫ് സെറോമ്യൂസിനസ് ഗ്ലാൻഡിന്റെ അട്രോഫി, പിന്നെ അതുപോലെ വീനസ് ബ്ലഡ് സൈനസോയിഡ്സിന്റെ ഒക്കെ അട്രോഫി വരുന്നു. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഫോൾ സ്മെല്ലിങ്, അതുപോലെ ഫീമെയിലിൽ അറ്റ് പ്യൂബർട്ടിയിലാണല്ലോ മെയിൻ ഉണ്ടാവുക. പിന്നെ നാസൽ ഒബ്സ്ട്രക്ഷൻ, എപ്പിസ്റ്റാക്സിസ്, ലാർജ് ക്രസ്റ്റ് ഫില്ലിംഗ് നോസ്. ഓൺ എക്സാമിനേഷൻ ഗ്രീനിഷ് ഓർ ഗ്രേയിഷ് ബ്ലാക്ക് ഡ്രൈ ക്രസ്റ്റ്, റൂമി നാസൽ കാവിറ്റി, പോസ്റ്റീരിയർ വാൾ ഓഫ് നാസോഫാരിങ്സ് ഈസ് സീൻ. മാനേജ്മെന്റ് എന്താ, മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. നാസൽ ഇറിഗേഷൻ ചെയ്യും. ഇറിഗേഷൻ ആൻഡ് റിമൂവൽ ഓഫ് നാസൽ ക്രസ്റ്റിനെ മൊത്തം ഇറിഗേഷൻ ആൻഡ് റിമൂവൽ വെച്ചിട്ട് നമ്മൾ ഇതാക്കുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈബോറേറ്റ്, സോഡിയം ക്ലോറൈഡ്, മൂന്നിനെ 1:1:2 എന്നാണ് റേഷ്യോയിൽ. ഇനി വേറൊന്ന് 25% ഗ്ലൂക്കോസ് ഇൻ ഗ്ലിസറിൻ, ഇൻഹിബിറ്റ് ദി ഗ്രോത്ത് ഓഫ് പ്രോട്ടിയോലിറ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത്. പിന്നെ ലോക്കൽ ആന്റിബയോട്ടിക്, ഹെൽപ്പ് ടു എലിമിനേറ്റ് സെക്കൻഡറി ഇൻഫെക്ഷൻ. പിന്നെ എസ്ട്രാഡയോൾ സ്പ്രേ ഇൻക്രീസ് ദി വാസ്കുലാരിറ്റി ഓഫ് നാസൽ മ്യൂക്കോസ ആൻഡ് റീജനറേഷൻ ഓഫ് സീറോമ്യൂസിനസ് ഗ്ലാൻഡ്സ്. പിന്നെ പ്ലാസന്റൽ എക്സ്ട്രാക്ട് ഓൾസോ ഗിവ്സ് സം റിലീഫ്. പിന്നെ സർജിക്കൽ നമ്മൾ പറയുന്നത് യങ്സ് ഓപ്പറേഷനും, യങ്സ് ഓപ്പറേഷൻ ആണ് മെയിൻലി. യങ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് നോസ്ട്രിൽ ഈസ് ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി, ഓപ്പൺഡ് ആഫ്റ്റർ 6 months. പിന്നെ അതിനൊന്നും ഇപ്പോൾ മോഡിഫൈ ആക്കിയിട്ടുണ്ട്, മോഡിഫൈഡ് യങ്സ് ഓപ്പറേഷൻ. സംഭവമൊന്നുമില്ല, മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുന്നതിന് പകരം ഇവിടെ പാർഷ്യൽ ക്ലോസർ ഓഫ് നോസ്ട്രിൽസ് ആണ് ഉള്ളത്. ഇനി റൈനൈറ്റിസ് കേഷ്യോസ. കേഷ്യോസ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ചിസി മെറ്റീരിയൽ അല്ലെ. അപ്പൊ റൈനൈറ്റിസ് കേഷ്യോസ അൺകോമൺ ആണ്, യൂണിലാറ്ററൽ ആണ്, മെയിൽസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും, ഒഫെൻസീവ് ആണ്, ഒഫെൻസീവ് പുറുലന്റ് ഡിസ്ചാർജ്, ചീസി മെറ്റീരിയൽ, സൈനസ് മ്യൂക്കോസ് സെബേഷ്യോ ഗ്രാനുലോമാറ്റസ് എന്നൊക്കെ. നമ്മൾ ബോണി ഇതിൽ മെയിൻലി നടക്കുന്നത് എന്താ, ബോണി വാള് ഡിസ്ട്രോ ആയി. ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോഴും റിമൂവൽ ഓഫ് ഡെബ്രിസ് ആൻഡ് ഗ്രാനുലേഷൻ ടിഷ്യൂ ആൻഡ് ഫ്രീ ഡ്രെയിനേജ് ഓഫ് എഫക്റ്റഡ് സൈനസ്. പ്രോഗ്നോസ് ഗുഡ് ആണ്. ഇനി റൈനോസ്ക്ലീറോമ എന്ന് പറഞ്ഞ ഒരു ക്രോണിക് ഗ്രാനുലോമാറ്റസ് കണ്ടീഷൻ ആണ്. ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ആര്, ക്ലബ്സിയല്ല, റൈനോസ്ക്ലീറോമാറ്റിസ് അവരിൽ ഉണ്ടാക്കുന്നത്. പാത്തോളജി പറയുമ്പോൾ നോസ്, പിന്നെ അത് നാസോഫാരിങ്സിലോട്ട് ലാരിങ്സിലോട്ടൊക്കെ പോവാം, ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. പിന്നെ നമ്മൾ പറയും സ്റ്റേജ്, എട്രോപിക്, ഗ്രാനുലോമാറ്റസ്, സിസാട്രീഷ്യൽ, ആ സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഡയഗ്നോസിസ് എന്താ, ബയോപ്സി, മിക്കൂലിക് സെല്ലിനെ കാണും, റസൽ ബോഡീസിനെ കാണും. ട്രീറ്റ്മെന്റ് സ്ട്രെപ്റ്റോമൈസിന്, ടെട്രാസൈക്ലിനൊക്കെ കൊടുക്കുക. സർജിക്കൽ ട്രീറ്റ്മെന്റ് മേ ബി റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് എയർവേ ആൻഡ് കറക്റ്റ് ഡിഫോമിറ്റി. ഇനി റൈനോസ്പോറിഡിയോസിസ് ആരുണ്ടാക്കുന്നത്, ക്രോണിക് ഗ്രാനുലോമാറ്റസ് കണ്ടീഷൻ തന്നെയാണ്. റൈനോസ്പോറിഡിയം സീബറി ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ സ്റ്റേജ് പറയുമ്പോൾ ട്രോഫോസൈറ്റ്, പിന്നെ സ്പൊറാഞ്ചിയം, പിന്നെ റപ്ചർ ഓഫ് സ്പൊറാഞ്ചിയം ആൻഡ് റിലീസ് ഓഫ് എൻഡോസ്പോർസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ, ഇത് അഫക്ട് ചെയ്യുന്ന നോസ്, നാസൽ ഫാരിങ്സ് ഒക്കെയാണ് മെയിൻലി അഫക്ട് ചെയ്യുക ബൈ കണ്ടാമിനേറ്റഡ് വാട്ടർ ഓഫ് പോൺസ്. ഓൺ എക്സാമിനേഷൻ ലീഫി പോളിപ്പോയിഡൽ മാസ് പിങ്ക് ടു പർപ്പിൾ. ഏർലി സ്റ്റേജിൽ ബ്ലഡ് ടിങ്കഡ് നാസൽ ഡിസ്ചാർജ്, എപ്പിസ്റ്റാക്സിസ്. ബയോപ്സി ചെയ്ത് നോക്കുമ്പോൾ മോർ സ്പൊറാഞ്ചിയ ബേർസ്റ്റിംഗ് ത്രൂ ഇറ്റ്സ് കൈറ്റിനൽ വാൾ. പിന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് കംപ്ലീറ്റ് എക്സിഷൻ ഓഫ് മാസ് വിത്ത് ഡയാതേമി നൈഫ് ആൻഡ് കോട്ടറൈസേഷൻ ഓഫ് ബേസ്.
ഇനി റൈനോലിത്ത്. റൈനോലിത്ത് എന്ന് പറയുമ്പോൾ ലിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോൺ അല്ലേ. അപ്പൊ നാസൽ ക്യാവിറ്റിയിൽ സ്റ്റോണിന്റെ ഫോർമേഷൻ ഫോംസ് അറൌണ്ട് എക്സോജിനസ് ഫോറിൻ ബോഡി ഓർ ബ്ലഡ് ക്ലോട്ടിന്റെ ചുറ്റൊക്കെയാണ് എങ്ങനെ ഉണ്ടാവുന്നത്, എന്ത് റൈനോലിത്ത് ഫോം ചെയ്യുന്നത്. ഫോംസ് അറൌണ്ട് എക്സോജിനസ് ഫോറിൻ ബോഡി ഓർ blood clot, slow deposition of calcium and magnesium salt over a period of time, large irregular mass pressure and necrosis of septum or lateral wall of nose. Clinical features എന്തൊക്കെയാ, മോസ്റ്റ് കോമൺലി ഇത് അഡൽട്ടിലാണ്. യൂണിലാറ്ററൽ നാസൽ ഒബ്സ്ട്രക്ഷൻ, ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എപ്പിസ്റ്റാക്സിസ്, ന്യൂറാൾജിക് പെയിൻ ഫ്രം അൾസറേഷൻ സറൗണ്ടിങ് മ്യൂക്കോസ. ഓൺ എക്സാമിനേഷൻ ഗ്രേ ബ്രൗൺ ഇറഗുലർ സർഫേസ് സ്റ്റോണി ഹാർഡ് സറൗണ്ടഡ് ബൈ ഗ്രാനുലേഷൻസ്. ട്രീറ്റ്മെന്റ് റിമൂവ്ഡ് ബൈ ജനറൽ അനസ്തീഷ്യ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ലാർജ് ഇത് ഇപ്പം വലിയ കല്ലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രോക്കൺ ഇൻ ടു സ്മോൾ പീസ് ദെൻ റിമൂവ്, മേ റിക്വയർ ലാറ്ററൽ റൈനോട്ടമി. ഇനി നാസൽ മിയാസിസ്. നാസൽ മിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താ, മൂക്കിന്റെ ഉള്ളിൽ കുറെ പുഴുക്കൾ ഉണ്ടാവുക, അതാണ് നാസൽ മിയാസിസ്. മാഗറ്റ്സ് ഇൻ നോസ്. മാഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാർവൽ ഫോംസ് ഓഫ് ഫ്ലൈസ്. ഇപ്പം ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ വല്ല കൊളാജൻ ഡിസീസ് അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ വല്ല കോമയിലുള്ള അങ്ങനത്തെ മീൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള ആൾക്കാർ, മീൻസ് അവരൊന്നും ശരിക്ക് നാസൽ ഹൈജീൻ നോക്കുന്നില്ല. സോ നോസിൽ നിന്ന് ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരുന്നു. ഈ ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജിനെ ചില ഫ്ലൈസ് അട്രാക്റ്റ് ആവും, മെയിൻലി ക്രൈസോമിയ ജീനസിലുള്ള ഫ്ലൈസ് ഒക്കെ അട്രാക്റ്റ് ആയി അവിടെ വന്ന് അവര് മുട്ടയിടും. ഒരൊറ്റ സമയത്ത് തന്നെ 200 മുട്ടയൊക്കെ ഇടും. അത് ഒരു 24 മണിക്കൂറിനുള്ള ഹാച്ച് ഔട്ട് ആയി ലാർവയായിട്ട് മാറുകയും ചെയ്യും. ഫോൾ സ്മെല്ലിംഗ് അപ്പം എന്താ, ഫസ്റ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് നാസൽ ഹൈജീൻ, ഫോൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്. Chrysomia genus flies are attracted towards the nose, lay 200 eggs at a time, within 24-hour hatch into larva. Clinical features എന്താ, ഫസ്റ്റ് 3 to 4 ഡേയ്സിൽ അവർക്ക് ഭയങ്കര ഇൻറ്റൻസ് ഇറിറ്റേഷൻ, സ്നീസിങ്, ലാക്രിമേഷൻ, ഹെഡൊക്കെ ഒക്കെ ഉണ്ട്. പേഷ്യന്റ് ഇപ്പം ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കാണാൻ കഴിയും. അപ്പൊ പേഷ്യന്റ് വിചാരിക്കും ഓക്കെ ഇത് എപ്പിസ്റ്റാക്സിസ് ആണെന്ന് വിചാരിച്ച് വെറുതെ അയാൾ കളയും, ഒന്നും ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമായിട്ട് എടുക്കൂല. പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ മാഗറ്റ്സ് വെച്ചാൽ പുഴുക്കൾ ഇങ്ങനെ മൂക്കിൽ കൂടെ ഇങ്ങനെ അരിച്ചു വരുന്ന കാണും, ഫോൾ സ്മെല്ലിങ്ങും. അപ്പൊ കാണുമ്പോഴാണ് ഓക്കെ ഇത് നാസൽ മിയാസിസ് എന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഫസ്റ്റ് 3 to 4 ഡേയ്സിൽ ഇന്റൻസ് ഇറിറ്റേഷൻ, സ്നീസിങ്, ലാക്രിമേഷൻ, ഹെഡേക്ക്. പേഷ്യന്റ് തിങ്ക് ആസ് എപ്പിസ്റ്റാക്സിസ് ബൈ സീയിങ് ബ്ലഡ് സ്റ്റെയിൻസ്. ഓൺ 3rd or 4th day മാഗറ്റ്സ് മേ ക്രോൾ ഔട്ട് ഓഫ് നോസ്, ഫോൾ സ്മെല്ലിംഗ്, മാഗറ്റ്സ് എക്സ്റ്റെൻസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇവരെന്തൊക്കെയാണ് നോസിനെ മൊത്തം എക്സ്റ്റെൻസീവ് ഡിസ്ട്രക്ഷൻ ചെയ്യും. പോലെ നോസിനെ മാത്രമല്ല സൈനസിനെയും സോഫ്റ്റ് ടിഷ്യൂ ഓഫ് ഫേസിനെയും ഒക്കെ എക്സ്റ്റെൻസീവ് ഡിസ്ട്രക്ഷൻ അവർ ചെയ്യുന്നത്. ഇനി ട്രീറ്റ്മെന്റ് എന്താ, വിസിബിൾ മാഗറ്റ്സ് പിക്കഡ് അപ്പ് വിത്ത്, കാണുന്ന മാഗറ്റ്സിനൊക്കെ നമ്മൾ പിക്കപ്പ് ചെയ്യും, ഫോർസെപ്സ് വെച്ചിട്ട് എടുക്കും. പിന്നെ അവരെ കില്ല് ചെയ്യണ്ടേ, കുറേയൊക്കെ ഉണ്ടെങ്കിൽ അവരെ കില്ല് ചെയ്യണ്ട. അപ്പൊ എന്ത് ചെയ്യണം, ക്ലോറോഫോം വാട്ടറും ഓയിലൊക്കെ വെച്ചിട്ട് അവരെ കില്ല് ചെയ്യും. എന്നിട്ട് കില്ല് ചെയ്ത് അവരെ എടുക്കണ്ടേ, ഡെഡ് ആയവരെ ഡെഡ് ബോഡി എടുക്കണ്ടേ. അതെങ്ങനെയാ, വാം സലൈനൊക്കെ ചെയ്തിട്ട്, വാം സലൈൻ ആക്കിയാണ്ട് ക്രിസ്റ്റിനെയും ഡെഡ് മാഗറ്റ്സിനെയൊക്കെ റിമൂവ് ചെയ്യും. എന്നിട്ട് അവരോട് പറയും, ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനോടൊക്കെ പറയും നാസൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുന്നത്. ട്രീറ്റ്മെന്റ് എന്താ, വിസിബിൾ മാഗറ്റ്സ് പിക്ഡ് അപ്പ് വിത്ത് ഫോർസെപ്സ്, ഇൻസ്റ്റലേഷൻ ഓഫ് ക്ലോറോഫോം വാട്ടർ ആൻഡ് ഓയിൽ കിൽസ് ദം, നാസൽ ഡോച്ച് ആൻഡ് വാം സലൈൻ. അപ്പോൾ ക്രസ്റ്റഡ് ഡെഡ് മാഗറ്റ്സിനൊക്കെ നമ്മൾ എടുക്കും. കൊയനൽ അട്രീഷ്യ. അട്രീഷ്യ എന്ന് പറഞ്ഞാൽ നാരോയിങ്, ബ്ലോക്കേജ്, നാസൽ എയർവേ ബ്ലോക്ക് ആവുക. യൂണിലാറ്ററൽ ഉണ്ടാവും, ബൈലാറ്ററലും ഉണ്ടാവും. യൂണിലാറ്ററൽ അങ്ങനെ വേഗമൊന്നും കാണൂല, കുറച്ച് വലുതായിട്ടൊക്കെ മനസ്സിലാവുള്ളൂ. കുഞ്ഞു പിള്ളേരാകുമ്പോൾ തന്നെ മനസ്സിലാവില്ല. പക്ഷെ ബൈലാറ്ററൽ ആണെങ്കിൽ അത് വേഗം മനസ്സിലാവും. പ്രസൻസ് വിത്ത് nasal obstruction as the newborn being a natural mouth breather. Diagnosis എന്താ, മ്യൂക്കോയിഡ് ഡിസ്ചാർജ്, നോസിൽ മ്യൂക്കോയിഡ് ഡിസ്ചാർജ് ഉണ്ട്. പിന്നെ ഫെയിലർ ഓഫ് കാത്തറ്റർ ഫ്രം നോസ് ടു ഫാരിങ്സ്. നമ്മൾ എങ്ങനെയൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന മ്യൂക്കോയിഡ്, നാസൽ ഡിസ്ചാർജ് മ്യൂക്കോയിഡ് ആണ്. പിന്നെ കാത്തറ്ററിനെ നോസിൽ നിന്ന് ഫാരിങ്സിലോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല, ഫെയിലർ ആവാണ്. പിന്നെ ആബ്സെൻസ് ഓഫ് എയർ ബബിൾസ്, നാസൽ ഡിസ്ചാർജിൽ എയർ ബബിൾസ് ഇല്ല. ഫ്ലെക്സിബിൾ നാസൽ എൻഡോസ്കോപ്പി വെച്ചിട്ട് പിന്നെ സീറ്റൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. മാനേജ്മെന്റ് എന്താ, ഫസ്റ്റ് വേഗം എയർവേ കൊടുക്കുക. മെഗവൺസ് ടെക്നിക്സ് ഒക്കെ ഇല്ലേ, അതെന്നാ മെഗവൺസ് ടെക്നിക് എന്താ, ഫീഡിങ് നിപ്പിൾ വിത്ത് ലാർജ് ഹോൾ. പിന്നെ കൊയനൽ അട്രീഷ്യ കറക്റ്റഡ് ബൈ യൂസിങ് എൻഡോസ്കോപ്പ്, അതേപോലെ ഡ്രില്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൊയനൽ അട്രീഷ്യനെ കറക്റ്റ് ചെയ്യാം. ഇനി CSF റൈനോറിയ. CSF റൈനോറിയ എന്ന് പറയുമ്പോൾ ലീക്കേജ് ഓഫ് CSF ഇൻറ്റു നോസ്.
അപ്പം ഇതിന്റെ ഒരു ഫീച്ചർ പറയുന്നത് ക്ലിയർ ഫ്ലൂയിഡ് ആണ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. ഫിസിയോളജി പറയുമ്പോൾ CSF എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ ബഫർ അഗെയിൻസ്റ്റ് സഡൻ ജെർക്സ് സെക്രീറ്റഡ് ബൈ കൊറോയിഡ് പ്ലെക്സസ് അബ്സോർബ്ഡ് ഇൻ ടു ഡ്യൂറൽ വീനസ് സൈനസ്. വോളിയം എന്ന് പറഞ്ഞാൽ 90 to 150 ml ആണ്. പ്രഷർ 50 to 150 mmHg2O. ഇറ്റിയോളജി പറയുമ്പോൾ ട്രോമ, ഇൻഫ്ലമേഷൻസ്, നിയോപ്ലാസംസ്, കൺജനൈറ്റൽ ലീഷൻസ്, ഇഡിയോപ്പതിക്. ഡയഗ്നോസ് എന്തൊക്കെയാ? റിസർവോയർ സൈൻ ആണ് മെയിൻ. എന്നുവെച്ചാൽ ക്ലിയർ വാട്ടറി ഡിസ്ചാർജ് ഓൺ ബെൻഡിങ് ഓൺ മോർണിംഗ്. പിന്നെ ഡസ് നോട്ട് സ്നിഫ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഡബിൾ ടാർഗറ്റ് സൈൻ. ലബോറട്ടറി ടെസ്റ്റ് ബീറ്റ-2 ട്രാൻസ്ഫറിനും ബീറ്റ-ട്രേസ് പ്രോട്ടീൻസും. ഇവ രണ്ടും സ്പെസിഫിക് പ്രോട്ടീൻസാണ് CSFലുള്ള. അപ്പോൾ അവരുണ്ടെങ്കിൽ മനസ്സിലാക്കാമല്ലോ, ബീറ്റ-2 ട്രാൻസ്ഫറിനും ബീറ്റ-ട്രേസ് പ്രോട്ടീനും. പിന്നെ ലോക്കലൈസേഷൻ ഓഫ് സൈറ്റ്, ഹൈ റെസൊല്യൂഷൻ CT, MRI, CT സിസ്റ്റോഗ്രാം, ഫ്ലൂറസിൻ സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഏത് സൈറ്റാന്ന് മനസ്സിലാക്കാം. ട്രീറ്റ്മെന്റ് എന്താ? ബെഡ് റെസ്റ്റ്, അവോയ്ഡ് സ്ട്രെയിനിങ്, സ്റ്റൂൾ സോഫ്റ്റ്നസ്, അവോയ്ഡ് സ്നീസിങ്. പിന്നെ അസെറ്റസോലമൈഡ് കൊടുക്കാം CSFന്റെ ഫോർമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാൻസ് നാസൽ എൻഡോസ്കോപ്പിക് അപ്രോച്ച്, ഡിഫൈൻ ദി സൈറ്റ് ഓഫ് ലീഷൻ, പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ്റ്റ് സൈറ്റ്, അണ്ടർലേ ദി ഗ്രാഫ്റ്റിംഗ് ഓഫ് ഫേഷ്യ extradurally followed by placement of mucosa. Bony defect larger than 2 cm ആണെങ്കിൽ repaired with cartilage. Placement of surgicel and gel form further strengthen the area. പിന്നെ lumbar drain, if CSF pressure high ആണെങ്കിൽ lumbar drain ചെയ്യും, antibiotics കൊടുക്കും. ഇനി allergic rhinitis. അലർജി എന്ന് പറയുമ്പോൾ IgE mediated ആണ്. അലർജൻസ് സീസണലും പെരനിയലും ഉണ്ടാവാലോ. അപ്പം ഇതുവഴി എന്തൊക്കെ ഉണ്ടാവും? വാസോഡൈലേഷൻ, മ്യൂക്കോസൽ എഡിമ, ഇൻഫിൽട്രേഷൻ ഓഫ് ഈസ്നോഫിൽസ്. ഇത് അക്യൂട്ട് ഫേസ് ഉണ്ട്, ലേറ്റ് ഫേസ് ഉണ്ട്. അക്യൂട്ട് ഫേസ് എന്ന് പറഞ്ഞാൽ ഏർലി ഫേസ് 5 to 30 minutes ആഫ്റ്റർ എക്സ്പോഷർ. സ്നീസിങ്, റൈനോറിയ, ബ്രോങ്കോസ്പാസം, റിലീസ് ഓഫ് വാസോ ആക്റ്റീവ് അമൈൻസ്. എന്നുവെച്ചാൽ അക്യൂട്ട് ഫേസിൽ എന്താ, ഒരു എക്സ്പോഷർ ഓഫ് അലർജൻസ് ഉണ്ടായി ഒരു 5-30 മിനിറ്റിന്റെ ഉള്ളിൽ അയാൾ തുമ്മാൻ തുടങ്ങി, റൈനോറിയ ഉണ്ടായി, ബ്രോങ്കോസ്പാസം ഉണ്ടായി. വാസോ ആക്റ്റീവ് അമൈൻസിന്റെ റിലീസാണ് മെയിൻ കാരണം. ഓക്കെ. ഇനി ലേറ്റ് ഡിലേഡ് ഫേസ് എന്ന് വെച്ചാൽ 2 to 8 hours ആഫ്റ്റർ എക്സ്പോഷർ ഓഫ് അലർജൻ. ഇൻഫിൽട്രേഷൻ ഓഫ് ഇൻഫ്ലമേറ്ററി സെൽസ്, സ്വെല്ലിങ്, കണ്ടീഷൻ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ 12 to 16 years ഓഫ് ഏജിൽ, അതും കാർഡിനൽ സിംറ്റം ആയിട്ട് നമുക്ക് എന്താ പറയാം? പാരോക്സിസ്മൽ സ്നീസിങ്, നാസൽ ഒബ്സ്ട്രക്ഷൻ, ഡിസ്ചാർജ്, അലർജി. ഇനി നാസൽ സൈൻസ് ആയിട്ട് പെയിൽ എഡിമാറ്റസ് നാസൽ മ്യൂക്കോസ, സ്വോളൻ ടെർബിനേറ്റ്സ്, വാട്ടറി ഡിസ്ചാർജ്. ഒക്കുലാർ സൈൻസ് ആയിട്ട് എന്തൊക്കെ പറയാം? ലിഡ് എഡിമ, കൺജഷൻ, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്, ഓട്ടോളജിക്കലി റിട്രാക്റ്റഡ് ടിംബാനിക് മെംബ്രെയിൻ, ഫെറിഞ്ചൽ ആൻഡ് ലാറിഞ്ചൽ ആയിട്ടുള്ള. അപ്പം നാസൽ സൈൻസ് എന്താ? പെയിൽ എഡിമാറ്റസ് ആയിട്ടുള്ള നാസൽ മ്യൂക്കോസ, സ്വോളൻ ടെർബിനേറ്റ്, വാട്ടർ ഡിസ്ചാർജ്. ഒക്കുലാർ സൈന് ലിഡ് എഡിമ, കൺജഷൻ, കോബിൾ സ്റ്റോൺ അപ്പിയറൻസ്. ഓട്ടോളജിക്കലി പറയുമ്പോൾ റിട്രാക്റ്റഡ് ടിംബാനിക് മെംബ്രെയിൻ. പിന്നെ ഫെറിഞ്ചൽ ലാറിഞ്ചൽ സൈൻസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്റർമീഡിയന്റ് പെർസിസ്റ്റന്റ് അങ്ങനെ രണ്ടെണ്ണമായി പറയുന്നു. ഇന്റർമീഡിയന്റ് പറയുമ്പോൾ സിംറ്റംസ് ലെസ് ദാൻ 4 days per week ഓർ ലെസ് ദാൻ 4 weeks. പെർസിസ്റ്റന്റ് പറയുമ്പോൾ സിംറ്റംസ് ഗ്രേറ്റർ ദാൻ 4 days per week ആൻഡ് ഗ്രേറ്റർ ദാൻ 4 weeks. പിന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അങ്ങനെ പറയുമ്പോൾ മൈൽഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്ലീപ്പാണ്, നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ്, പിന്നെ നോർമൽ വർക്ക് ആൻഡ് സ്കൂൾ ഫംഗ്ഷൻ, നോ ട്രബിൾസം സിംറ്റം. മോഡറേറ്റ് ആൻഡ് സിവിയറിൽ എന്താ? 1 or more ഇതിൽ ഇപ്പോൾ പറയണല്ലേ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇമ്പയർമെന്റ് ഓഫ് ഡെയിലി ആക്ടിവിറ്റീസ്, ഇമ്പയർമെന്റ് ഓഫ് സ്കൂൾ ആൻഡ് വർക്ക്, പിന്നെ ട്രബിൾസം സിംറ്റംസ്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ടോട്ടൽ ആൻഡ് ഡിഫറൻഷ്യൽ കൗണ്ട് ഒക്കെ എടുക്കാം. നാസൽ സ്മിയർ, സ്കിൻ ടെസ്റ്റ്, സ്കിൻ പ്രിക് ടെസ്റ്റ്, സ്പെസിഫിക് IgE മെഷേഴ്സ്, പിന്നെ റാസ്റ്റ്, റേഡിയോ അലർജോ സോർബൻ ടെസ്റ്റ്, നാസൽ പ്രൊവക്കേഷൻ ടെസ്റ്റ്. കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ റിക്കറന്റ് സൈനോസൈറ്റിസ്, നാസൽ പോളിപ്പ്, ബ്രോങ്കിയൽ ആസ്മ, ഓർത്തോഡെന്റിക് പ്രോബ്ലംസ്. ഇനി ട്രീറ്റ്മെന്റ് ഒന്ന് അലർജൻസിനെ അവോയ്ഡ് ചെയ്യുക. പെറ്റ് ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ഏതാണ് അലർജൻ എന്ന് കണ്ടുപിടിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡ്രഗ് ട്രീറ്റ്മെന്റ് ആന്റി ഹിസ്റ്റമിൻസ്, സിമ്പതോമിമറ്റിക്സ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, സോഡിയം ക്രോമോഗ്ലൈക്കേറ്റ്, ആന്റി കൊളിനർജിക്സ്, ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്, മോഡലുക്കാസ്റ്റും സെഫീർലുക്കാസ്റ്റും ഒക്കെ. ഇനി ഇമ്മ്യൂണോതെറാപ്പി എന്താ? ഹൈപ്പോസെൻസിറ്റൈസേഷൻ. അലർജൻ ഈസ് ഗിവൺ ഗ്രാജുവലി ഇൻക്രീസിങ്. ഈ അലർജൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എത്ര വരെ? മെയിൻ്റെനൻസ് ഡോസ് എത്ര വരെ കൊടുത്തുകൊണ്ടിരിക്കും? ലാസ്റ്റ് വെച്ചാൽ ഹൈപ്പോസെൻസിറ്റൈസേഷൻ ആണ് ഇമ്മ്യൂണോതെറാപ്പി. ഇനി വാസോമോട്ടോ റൈനൈറ്റിസ്, PMR. ഇതൊരു നോൺ അലർജിക് ആയിട്ടുള്ള റൈനൈറ്റിസ് ആണ്. പാത്തോജനസിസ് പറയുമ്പോൾ ഓട്ടോണോമിക് സിസ്റ്റം അൺസ്റ്റേബിൾ ആണ് ഇവിടെ. ഹൈപ്പർ റിയാക്റ്റീവ് ആയിട്ടുള്ള നാസൽ മ്യൂക്കോസ. സിംറ്റംസ് എന്തൊക്കെ പറയാം? നാസൽ ഒബ്സ്ട്രക്ഷൻ, സ്നീസിങ്, പാരോക്സിസ്മൽ സ്നീസിങ്, പോസ്റ്റ് നാസൽ ഡ്രിപ്പ്, എക്സസീവ് റൈനോറിയ. സൈൻസ് പറയുമ്പോൾ നാസൽ മ്യൂക്കോസ കൺജസ്റ്റഡ് ആണ്, ഹൈപ്പർട്രോഫിക് ആണ്. കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ പറയാം? നാസൽ പോളിപ്പ്, സൈനോസൈറ്റിസ്, ഹൈപ്പർട്രോഫിക് റൈനൈറ്റിസ്. ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് മെഡിക്കലി കൊടുക്കാം. മെഡിക്കലായിട്ട് എന്തൊക്കെയാ?
അവോയ്ഡ് ആദ്യം ഫിസിക്കൽ ഫാക്ടേഴ്സ് സിംറ്റംസിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതിനെ അവോയ്ഡ് ചെയ്യാൻ പറയാം. സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ആന്റി ഹിസ്റ്റമിനിക്സ്, ഓറൽ നാസൽ ഡീകൺജസ്റ്റൻസ്, ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ്, സിസ്റ്റമിക് സ്റ്റീറോയിഡ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ട്രാങ്കുലൈസേഴ്സ്. അപ്പം വാസോമോട്ടർ റൈനൈറ്റിസ് ഒരു നോൺ അലർജിക് റൈനൈറ്റിസ് ആണ്. പാത്തോജനിസിസ് എന്ന് പറയുമ്പോൾ ഓട്ടോ ഇമ്യൂൺ സിസ്റ്റം അൺസ്റ്റേബിൾ ആയി ഹൈപ്പർ റിയാക്റ്റീവ് നാസൽ മ്യൂക്കോസ. സിംറ്റംസ് നാസൽ ഒബ്സ്ട്രക്ഷൻ, സ്നീസിങ്, പോസ്റ്റ് നാസൽ ഡ്രിപ്പ്, എക്സസീവ് റൈനോറിയ. സൈൻസ് നാസൽ മ്യൂക്കോസ കൺജസ്റ്റഡ്, ഹൈപ്പർട്രോഫിക്. കോംപ്ലിക്കേഷൻ നാസൽ പോളിപ്പ്, സൈനസൈറ്റിസ്, ഹൈപ്പർട്രോഫിക് റൈനൈറ്റിസ്. ട്രീറ്റ്മെന്റ് എന്താ? മെഡിക്കൽ. അവോയ്ഡ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് പ്രൊവോക്ക് സിംറ്റം, സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ആന്റി ഹിസ്റ്റമിനിക്സ്, ഓറൽ നാസൽ ഡീകൺജസ്റ്റന്റ്, ടോപ്പിക്കൽ സ്റ്റീറോയിഡ്സ്, സിസ്റ്റമിക് സ്റ്റീറോയിഡ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ട്രാങ്കുലൈസേഴ്സ്. സർജിക്കലി എന്താ ചെയ്യുക? നാസൽ ഒബ്സ്ട്രക്ഷൻ റിലീവ്ഡ് ബൈ റെഡ്യൂസിങ് ദി സൈസ് ഓഫ് ടർബിനേറ്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യും, പോളിപ്പ്, DNS അതിലൊക്കെ. പിന്നെ എക്സസീവ് റൈനോറിയ എന്താ? സെക്ഷനിങ് ദി പാരാസിമ്പത്തറ്റിക് സെക്രിറ്റോ മോട്ടോർ ഫൈബേഴ്സ് ടു നോസ്. മീഡിയൻ ന്യൂറക്ടമി ചെയ്യും നമ്മൾ. ആൻഡ്രോകോയാനൽ പോളിപ്പ്, കിലിയൻസ് പോളിപ്പ് അറൈസ് ചെയ്യുന്നത് ഫ്രം മ്യൂക്കോസ ഓഫ് മാക്സിലറി ആൻഡ്രം, ഗ്രോസ്, എന്നിട്ട് അത് കംസ് ഔട്ട്. 3 പാർട്ടുണ്ട്: ആൻഡ്രല്, കോയാനല്, നാസല്. etiology arises from obstructed mucus. നമ്മൾ സിംറ്റം പറയുമ്പോൾ യൂണിലാറ്ററൽ നാസൽ ഒബ്സ്ട്രക്ഷൻ, വോയിസ് ഭയങ്കര തിക്കായി, ഡള്ള് ഡ്യൂ ടു ഹൈപ്പോനാസാലിറ്റി, നാസൽ ഡിസ്ചാർജ് മോസ്റ്റ്ലി മ്യൂക്കോയിഡ്. സയൻസ് പറയുമ്പോൾ എങ്ങനെയാ? സ്മൂത്ത് ഗ്രേഷ് മാസ് ആണ്, സോഫ്റ്റ്, മൂഡ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പ്രോബ്, പിങ്ക് കൺജസ്റ്റഡ് ലുക്ക് ഓൺ എക്സ്പോസ്ഡ് പാർട്ട്. ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട് ആൻജിയോഫൈബ്രോമ, ഹൈപ്പർട്രോഫീഡ് മിഡിൽ ടർബിനേറ്റ്, പിന്നെ മറ്റുള്ള നിയോപ്ലാസംസ്. ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് എക്സ്റേ, നോൺ കോൺട്രാസ്റ്റ് CT. ട്രീറ്റ്മെന്റ് ആയിട്ട് ഫെസ്. ഇനി ബൈലാറ്ററൽ എതുമോയിഡൽ പോളിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ബൈലാറ്ററൽ എതുമോയിഡൽ പോളിപ്പ് ഒരു ക്രോണിക് റൈനോ സൈനുസൈഡ്. ഇതിന്റെ ഒരു എന്തൊക്കെ കാരണം ഉണ്ടാവാന്നുള്ളത്, എന്തിലൊക്കെ ഉണ്ട് ബൈലാറ്ററൽ എതുമോയിഡൽ പോളിപ്പ്? ക്രോണിക് റൈനോ സൈനുസൈറ്റിസിൽ, ആസ്മയില്, ആസ്പിരിൻ ഇൻടോളറൻസിൽ. ആസ്പിരിൻ ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ അതിലാണ് സാംപ്റ്റസ് ട്രയാഡ്: പോളിപ്പ്, ആസ്പിരിൻ ഇൻടോളറൻസ്, ആസ്മ. പിന്നെ സിസ്റ്റിക് ഫൈബ്രോസിസിൽ, അലർജിക് ഫംഗൽ സൈനുസൈറ്റിസിൽ, കാർട്ടാജനർ സിൻഡ്രോം. കാർട്ടാജനർ സിൻഡ്രോമിൽ എന്തൊക്കെയാ? സീലിയറി ഡിസ്കൈനസിസ്, സൈറ്റസ് ഇൻവേഴ്സസ്, ബ്രോങ്കിയക്ടാക്സിസ്. പിന്നെ യങ് ഡിസീസ്, ചെർക്സ്ട്രോ സിൻഡ്രോം. ചെർക്സ്ട്രോ സിൻഡ്രോമിൽ എന്താ വെച്ചാൽ മതി? വെജ്, ഫീവർ, ആസ്മ എന്നൊക്കെ ആലോചിച്ചാൽ മതി. VEG, വാസ്കുലൈറ്റിസ്, ഇസ്നോഫിലിയ, ഗ്രാനുലോമ, പിന്നെ ആസ്മ, ഫീവർ. ഓക്കെ. അപ്പം ബൈലാറ്ററൽ എതുമോയിഡൽ പോളിപ്പ് ക്രോണിക് റൈനോ സൈനുസൈറ്റിസിൽ, ആസ്മയിൽ, ആസ്പിരിൻ ഇൻടോളറൻസ്, സിസ്റ്റിക് ഫൈബ്രോസ്, അലർജിക് ഫംഗൽ സൈനുസൈറ്റിസ്, കാർട്ടാജനർ സിൻഡ്രോം, യങ് സിൻഡ്രോം, ചെർക്സ്ട്രോ സിൻഡ്രോം, അതിലൊക്കെ. ഇനി ഇതിന്റെ പാത്തോളജി, സെസൈൽ ടു പെഡങ്കുലേറ്റഡ് മെറ്റാപ്ലേഷ്യ ആണ് ഇവിടെ നടക്കുന്നത്. സിലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം ട്രാൻസിഷണൽ എപ്പിത്തീലിയായിട്ട് മാറണം. സൈറ്റ് എന്ന് പറയുമ്പോൾ ലാറ്ററൽ വാൾ ഓഫ് നോസ്. സിംറ്റംസ് എന്തൊക്കെയാ? നാസൽ സ്റ്റെഫിനസ്, ടോട്ടൽ നാസൽ ഒബ്സ്ട്രക്ഷൻ, പാർഷ്യൽ ഓർ ടോട്ടൽ ലോസ് ഓഫ് സെൻസ് ഓഫ് സ്മെല്ല്, ഹെഡേക്ക്, സ്നീസിങ്, വാട്ടറി ഡിസ്ചാർജ്. മാസ് പ്രൊട്രൂഡ് ചെയ്യൂലേ? സ്മൂത്ത് ഗ്ലിസണിങ് ആയിരിക്കും. സെസൈൽ ഓർ പെഡങ്കുലേറ്റഡ്, മൾട്ടിപ്പിൾ, ബൈലാറ്ററൽ, ഗ്രേപ്പ് ലൈക്ക് ഓൺ ആന്റീരിയർ റൈനോസ്കോപ്പി. ഡു നോട്ട് ബ്ലീഡ് ഓൺ ടച്ച്. ഡയഗ്നോസിസ് CT, അതുപോലെ ഹിസ്റ്റോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂ. ഇനി ട്രീറ്റ്മെന്റ് കൺസർവേറ്റീവ് ഉണ്ട്, സർജിക്കലും ഉണ്ട്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ആന്റി ഹിസ്റ്റമിനിക്സ്, ഷോർട്ട് കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുത്തു. സർജിക്കലായിട്ട് നമുക്ക് ഫെസ് ചെയ്യാം. ഫെസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പോളിപെക്ടമി, അതുപോലെ ഇൻട്രാനേസൽ എതുമോയിഡക്ടമി, എക്സ്ട്രാനേസൽ എതുമോയിഡക്ടമി, ട്രാൻസ് ആൻഡ്രൽ എതുമോയിഡക്ടമി ഒക്കെ ചെയ്യാം. പോളിപെക്ടമി, ഇൻട്രാനേസൽ എതുമോയിഡക്ടമി, എക്സ്ട്രാനേസൽ എതുമോയിഡക്ടമി, ട്രാൻസ് ആൻഡ്രൽ എതുമോയിഡക്ടമി. ഇനി എപ്പിസ്റ്റാക്സിസ്. എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുമ്പോൾ ബ്ലീഡിംഗ് ഫ്രം ഇൻസൈഡ് നോസിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലീഡിംഗ് വരുന്നു. കോമൺലി സീൻ ഇൻ ഓൾ ഏജ് ഗ്രൂപ്പ്സ്. മോസ്റ്റ് കോമൺ 90% ലിറ്റിൽസ് ഏരിയയിലാണ്. അപ്പോൾ ഈ പിക്ക് നോക്കിയാൽ ലിറ്റിൽസ് ഏരിയ ഉണ്ടാവുന്നത് എങ്ങനെയാ? അപ്പോൾ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നാണ് ഒഫ്താൽമിക് ആർട്ടറി വരുന്നത്. അതിന്റെ ഒഫ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് പോസ്റ്റീരിയർ എതുമോയിഡലും ആന്റീരിയർ എതുമോയിഡലും. ഈ ആന്റീരിയർ എതുമോയിഡലാണ് ലിറ്റിൽസ് ഏരിയയിലുള്ളത്, ഇന്റേണൽ കരോട്ടിഡ് നിന്ന്. എക്സ്റ്റേണൽ കരോട്ടിഡിന്റെ 2 ബ്രാഞ്ച്, മാക്സിലറിയും ഫേഷ്യലും. ഇതിൽ മാക്സിലറിയിൽ നിന്ന് SPAയും പിന്നെ അതേപോലെ ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും. ഈ SPAയും ഗ്രേറ്റർ പാലറ്റൈൻ ആർട്ടറിയും രണ്ടും എന്തിലുണ്ട്? സ്ഫീനോ പാലറ്റൈനും അതുപോലെ ഗ്രേറ്റർ പാലറ്റൈനും രണ്ടും ലിറ്റിൽസ് ഏരിയയിലുണ്ട്. അതുപോലെ ഫേഷ്യൽ ആർട്ടറി എന്നുള്ള സെപ്റ്റൽ ബ്രാഞ്ച്. ഓക്കെ. അപ്പോൾ അതർ സൈറ്റ്സ് പറയണത് അറ്റ് ദി ലെവൽ ഓഫ് മിഡിൽ ടർബിനേറ്റ്, ബിലോ ദി ലെവൽ ഓഫ് മിഡിൽ ടർബിനേറ്റ്, മീൻസ് വേറെ എവിടെയൊക്കെ ഉണ്ടാവും? ലിറ്റിൽസ് ഏരിയ ആണ് മെയിൻ സൈറ്റ്. മറ്റുള്ള സൈറ്റ് അറ്റ് ദി ലെവൽ ഓഫ് മിഡിൽ ടർബിനേറ്റ്, ബിലോ ദി ലെവൽ ഓഫ് മിഡിൽ ടർബിനേറ്റ്, പോസ്റ്റീരിയർ പാർട്ട് ഓഫ് നാസൽ കാവിറ്റി, ഡിഫ്യൂസ്, നാസോഫാരിങ്സ്. നമുക്ക് കോസസ് പറയാം. ലോക്കൽ കോസ് ഉണ്ട്, ജനറൽ കോസ് ഉണ്ട്. ലോക്കൽ കോസ് എന്ന് പറയുമ്പോൾ നോസിലാണെങ്കിൽ എന്തൊക്കെ വരാം? ട്രോമ, ഇൻഫെക്ഷൻ, ഫോറിൻ ബോഡീസ്, നിയോപ്ലാസം, അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്, DNS. നാസോഫാരിങ്സിലാണെങ്കിൽ അഡിനോയിഡൈറ്റിസ്, ജുവനൈൽ ആൻജിയോഫൈബ്രോമ, മലിഗ്നന്റ് ട്യൂമേഴ്സ്. ജനറൽ കോസ് പറയുമ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ? ഹൈപ്പർ ടെൻഷൻ,
atherosclerosis, pregnancy, പിന്നെ disorders of blood and blood vessels, liver disease, kidney disease, drug, mediastinal compression. നമുക്ക് ആന്റീരിയർ എപ്പിസ്റ്റാക്സിസും പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ആന്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണ് മോസ്റ്റ് കോമൺ, പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ലീസ്റ്റ് കോമൺ ആണ്. മോർ കോമൺ ഏതാ? ആന്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണ്. ലോക്കലൈസേഷൻ ഈസിയാണ്. പോസ്റ്റീരിയർലി ഉണ്ടായ ഡിഫിക്കൽട്ട് അല്ലേ ലോക്കലൈസ് ചെയ്യാൻ, എവിടുന്നാ വരുന്നത് നോക്കാൻ ഡിഫിക്കൽട്ടാ. പിന്നെ കോമൺ സൈറ്റ് ആന്റീരിയർ എപ്പിസ്റ്റാക്സിസിന്റെ കോമൺ സൈറ്റ് ലിറ്റിൽസ് ഏരിയ ആണ്. പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസിന്റെ വുഡ്രഫ് പ്ലക്സസ്. പിന്നെ ഏജ് പറയുമ്പോൾ ആന്റീരിയർ എപ്പിസ്റ്റാക്സിസിൽ ബ്ലീഡിംഗ് വരുന്നത് ലെസ് ദാൻ 18 ഇയറിൽ, പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസിൽ മോസ്റ്റ് കോമൺലി ഗ്രേറ്റർ ദാൻ 40 ഇയറിലാണ്. കോമൺ കോസ് പറയുമ്പോൾ ട്രോമയാണ് ആന്റീരിയർ എപ്പിസ്റ്റാക്സിസിൽ, പോസ്റ്റീരിയറിലോ ഹൈപ്പർ ടെൻഷൻ. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ ആന്റീരിയർ പാക്കിംഗ് ചെയ്യാം ആന്റീരിയർ എപ്പിസ്റ്റാക്സിസിൽ, പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണെങ്കിൽ പോസ്റ്റീരിയർ പാക്കിംഗ് ചെയ്യണം. അപ്പോൾ മാനേജ്മെന്റ് നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുക? ആദ്യം മോഡ് ഓഫ് ഓൺസെറ്റ് എന്താണ്, ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ബ്ലീഡിംഗ് നോക്കുക, എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് എത്ര ഉണ്ട് നോക്കുക, സൈഡ് ഓഫ് നോസ് ഫ്രം വേർ ബ്ലീഡിംഗ് എവിടെ ഉണ്ടാവണം നോക്കുക, വെദർ ബ്ലീഡിംഗ് ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ നോക്കുക, ഹിസ്റ്ററി ഓഫ് ഡ്രഗ് ഇൻടേക്കും എന്തെങ്കിലും ഡ്രഗ് കഴിക്കുന്നുണ്ടോ ഒക്കെ നോക്കുക. മാനേജ്മെന്റ്, മോഡ് ഓഫ് ഓൺസെറ്റ്, ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ബ്ലീഡിംഗ്, എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ്, സൈഡ് ഓഫ് nose from where bleeding is occurs, whether bleeding is anterior or posterior type, history of drug intake. നമുക്ക് മാനേജ്മെന്റ്, ആന്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണെങ്കിൽ ആദ്യം പേഷ്യന്റിന്റെ ഹിസ്റ്ററി ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? ട്രോട്ടേഴ്സ് മെത്തേഡ് എന്നാ പറയാം. എന്നുവെച്ചാൽ പേഷ്യന്റിന് ലീൻ ഫോർവേഡ് ആൻഡ് ബ്രീത്ത് ബൈ മൗത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രീത്ത് ചെയ്യാനും പറയും. ലീൻ ഫോർവേഡ് ആൻഡ് ബ്രീത്ത് ബൈ 5 മിനിറ്റ്. ട്രോട്ടേഴ്സ് മെത്തേഡ്, അത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യും. പിന്നെ ഇപ്പം അതിൽ തന്നെ പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉണ്ടോ, മൈനർ ബ്ലീഡിംഗ് ഒക്കെ നോക്കും. പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ആണെങ്കിൽ ആന്റീരിയർ നാസൽ പാക്കിംഗ് ചെയ്യും. എങ്ങനെ? റിബൺ ഗേജ് ഒക്കെ വെച്ചിട്ട്, ലിക്വിഡ് പാരാഫിൻ ഒക്കെ വെച്ചിട്ട് ആന്റീരിയർ നാസൽ പാക്കിംഗ്. എന്നിട്ട് അതൊരു 24 ഹവറിന് ശേഷം ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യും. അത് പ്രൊഫ്യൂസ് ബ്ലീഡിങ്ങിന്. ഇനി മൈനർ ബ്ലീഡിംഗ് ആണെങ്കിൽ ചുമ്മാ കോട്ടറൈസേഷൻ ചെയ്യുള്ളൂ. എങ്ങനെ? വിത്ത് ബീഡ് ഓഫ് സിൽവർ നൈട്രേറ്റ് ഓർ വിത്ത് ഇലക്ട്രോ കോട്ടറി വെച്ചിട്ട് കോട്ടറൈസ് ചെയ്യും. ഇനി നമ്മൾ പോസ്റ്റീരിയർ എപ്പിസ്റ്റാക്സിസ് ആണെങ്കിൽ അതിലാണ് നമ്മൾ നോക്കുക. ഓക്കെ, അൺകൺട്രോൾഡ് എപ്പിസ്റ്റാക്സിസ് ആവുമല്ലോ, അപ്പൊ ലൈഗേഷൻ ഓഫ് മാക്സിലറി ആർട്ടറിനെ ലൈഗേറ്റ് ചെയ്യാം. ഇത് ആ ഒരു ലൈഗേഷന്റെ ഇത് പറയുന്നുണ്ട്. എങ്ങനെ? കാൾഡ്വെൽ ലൂക്ക് ഓപ്പറേഷൻ വഴി എന്നാ പറയുന്നത്, കാൾഡ്വെൽ ലൂക്ക് ഓപ്പറേഷൻ. അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്നാസൽ എൻഡോസ്കോപ്പിക് SPA ലൈഗേഷനും പറയുന്നുണ്ട്. ഫസ്റ്റ് ആളെ ഹോസ്പിറ്റലൈസ് ചെയ്യുക. ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് പോസ്റ്റീരിയർ നാസൽ പാക്കിംഗ് അല്ലേ, ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പോൾ അവർ പോസ്റ്റീരിയർ നാസൽ പാക്കിംഗ് ചെയ്യും. ഇൻ കേസ് ഓഫ് പെർസിസ്റ്റന്റ് റിക്കറന്റ് ബ്ലീഡ്, സെപ്റ്റത്തിൽ നിന്ന് പെർസിസ്റ്റന്റ് റിക്കറന്റ് ബ്ലീഡ് ഉണ്ടെങ്കിൽ മ്യൂക്കോ പെരിക്കോൺട്രിയൽ അല്ലെങ്കിൽ ഫ്ലാപ്പ് എലവേഷൻ, എന്നിട്ട് SMR ചെയ്യും. ഇനി നാസൽ ഫ്രാക്ചേഴ്സിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? സ്വെല്ലിംഗ് ഓഫ് നോസ്, പെരി ഓർബിറ്റൽ എക്കൈമോസിസ്, ടെൻഡേർനെസ്, നാസൽ ഡിഫോമിറ്റി, ക്രെപ്പിറ്റസ് ആൻഡ് മൊബിലിറ്റി ഓഫ് ഫ്രാക്ചേർഡ് സെഗ്മെന്റ്, എപ്പിസ്റ്റാക്സിസ്, ലാസറേഷൻ ഓഫ് നാസൽ സ്കിൻ. ഇനി ഡയഗ്നോസിസ്, ഫിസിക്കൽ എക്സാമിനേഷൻ വെച്ച് ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എക്സ്റേ, വാട്ടേഴ്സ് വ്യൂ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വ്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. പിന്നെ ട്രീറ്റ്മെന്റ് പറയുന്നത് ഇപ്പം സിമ്പിൾ ഫ്രാക്ചർ ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബെസ്റ്റ് ടൈം ടു റെഡ്യൂസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ബിഫോർ അപ്പിയറൻസ് ഓഫ് എഡിമ ഓർ ആഫ്റ്റർ ഇറ്റ് ഹാസ് സബ്സൈഡഡ്, യൂഷ്വലി 5 to 7 days എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ഡിഫിക്കൽട്ട് ടു റെഡ്യൂസ് നാസൽ ഫ്രാക്ചർ ആഫ്റ്റർ 2 weeks. 2 ആഴ്ചയ്ക്ക് ശേഷം വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നാസൽ ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പം സിമ്പിൾ ഫ്രാക്ചേഴ്സ് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നോ നീഡ് ടു ട്രീറ്റ്. ബെസ്റ്റ് ടൈം ടു റെഡ്യൂസ് ഫ്രാക്ചർ ഈസ് ബിഫോർ അപ്പിയറൻസ് ഓഫ് എഡിമ ഓർ ആഫ്റ്റർ ഇറ്റ് ഹാസ് സബ്സൈഡഡ്, യൂഷ്വലി 5 to 7 days. ഡിഫിക്കൽട്ട് ടു റെഡ്യൂസ് നാസൽ ഫ്രാക്ചർ ആഫ്റ്റർ 2 weeks. ഇനി ഫ്രാക്ചർ ഓഫ് ഓർബിറ്റൽ ഫ്ലോർ, മെയിൻലി സൈഗോമാറ്റിക് അതുപോലെ ലേഫോർട്ട് 2 ഫ്രാക്ചർ, അത് രണ്ടും ഉണ്ടാവില്ല. ബ്ലോഡ് ഫ്രാക്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചർ പറയുമ്പോൾ എക്കൈമോസിസ് ഓഫ് ലിഡ്, കൺജങ്ക്റ്റീവ, സ്ക്ലീറ, എനോഫ്താൽമോസ്, ഡിപ്ലോപ്പിയ, ഹൈപ്പോസ്തീഷ്യ ഓർ അനസ്തീഷ്യ ഓഫ് ചീക്ക്. ഡയഗ്നോസ് എന്താ? വാട്ടേഴ്സ് വ്യൂ എടുക്കുക, CT സ്കാൻ ചെയ്യാം. വാട്ടേഴ്സ് വ്യൂ ടിയർ ഡ്രോപ്പ് ഒപ്പാസിറ്റി നമ്മൾ കാണും. CT സ്കാൻ ചെയ്യുമ്പോൾ കൺഫേം ഡയഗ്നോസിനെ കൺഫേം ചെയ്യുന്നതാണ് CT സ്കാൻ. ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? എനോഫ്താൽമോസ്, പെർസിസ്റ്റന്റ് ഡിപ്ലോപ്പിയ. ഇപ്പം ആൾക്ക് എനോഫ്താൽമോസും പെർസിസ്റ്റന്റ് ഡിപ്ലോപ്പിയ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ സർജറി ചെയ്യണം. പിന്നെ ട്രാൻസ് ആൻഡ്രൽ അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ടറിലി റെഡ്യൂസ് ചെയ്യാനുള്ള മീൻസ് പ്രശ്നം റെഡ്യൂസ് ചെയ്യാനുള്ള നല്ലൊരു അപ്രോച്ചാണ് ട്രാൻസ് ആൻഡ്രൽ അപ്രോച്ച്. പിന്നെ ഇൻഫ്രാ ഓർബിറ്റൽ അപ്രോച്ച്.
ഇൻഫ്രാ അപ്രോച്ച് ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ട്രാൻസ് ആൻഡ്രൽ അപ്രോച്ച് അതും ചെയ്യും. പിന്നെ ബോൺ ഗ്രാഫ്റ്റ് എന്തൊക്കെ ചെയ്യും? ഇപ്പം സർജറി ഈസ് ഇൻഡിക്കേറ്റഡ് ഇഫ് എനോഫ്താൽമോസ് ഓർ പെർസിസ്റ്റന്റ് ഡിപ്ലോപ്പിയ ഈസ് പ്രസന്റ്. പിന്നെ ട്രാൻസ് ആൻഡ്രൽ അപ്രോച്ച് സാറ്റിസ്ഫാക്ടറി ആണ്. പിന്നെ ഇൻഫ്രാ ഓർബിറ്റൽ അപ്രോച്ച് ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ട്രാൻസ് ആൻഡ്രൽ അപ്രോച്ച്. പിന്നെ ബോൺ ഗ്രാഫ്റ്റ്. ഇനി ഫ്രാക്ചേഴ്സ് ഓഫ് മാക്സില്ല. ഈ ലേഫോർട്ട് ഫ്രാക്ചേഴ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ലേഫോർട്ട് 1, 2, 3 പിക്ക് നോക്കിയാൽ മതി, ശരിക്കും മനസ്സിലാവും. ലേഫോർട്ട് 1 എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ ആണ്. ഫ്രാക്ചർ റൺസ് എബോവ് ആൻഡ് പാരലൽ ടു പാലറ്റ്. എബോവ് ആൻഡ് പാരലൽ ടു പാലറ്റ്. ലേഫോർട്ട് 2 എന്ന് പറയുന്നത് പിരമിഡൽ ആണ്. ഫ്രാക്ചർ പാസസ് ത്രൂ ഔട്ട് ദി എങ്ങനെയാ ഫ്രാക്ചർ പാസസ് ത്രൂ റൂട്ട് ഓഫ് നോസ്, ലാക്രിമൽ ബോൺ, ഫ്ലോർ ഓഫ് ഓർബിറ്റ്, അപ്പർ പാർട്ട് ഓഫ് മാക്സിലറി സൈനസ്, ടെറിഗോയിഡ് പ്ലേറ്റ്. ലേഫോർട്ട് 3 എന്ന് പറയുന്നത് ക്രേനിയോ ഫേഷ്യൽ ഡിസ്ജങ്ഷൻ, കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ഫേഷ്യൽ ബോൺസ് ഫ്രം ക്രേനിയൽ ബോൺസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ maloclusion of teeth from anterior open bite in the teeth in the maloclusion, elongation of mid face, mobility of maxilla, CSF rhinorrhea. Layfoot 2 ഉം 3 ഉം അത് cribriform plate ന്റെ ഇഞ്ചുറി വഴിയല്ലത്. ഓക്കെ ഓക്കെ ഇനി അതിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ എക്സ്റേ ചെയ്യാം, സി ടി ചെയ്യാം. എക്സ്റേയിൽ തന്നെ വാട്ടേഴ്സ് വ്യൂ, പി എ വ്യൂ, ലാറ്ററൽ വ്യൂ, പിന്നെ സി ടി സ്കാൻ ചെയ്തു. ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റ് ഓഫ് മാക്സിലറി ഫ്രാക്ചേഴ്സ് കോംപ്ലക്സ്. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഈസ് പെയ്ഡ് ടു റീസ്റ്റോർ ദി എയർവേ. Stop severe hemorrhage from maxillary artery or its branches by interdental wiring, intermaxillary wiring, open reduction, wire slings from frontal bone, zygoma. ഇനി ഓറോ ആൻഡ്രൽ ഫിസ്റ്റുല. ഓറോ ആൻഡ്രൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഓറൽ കാവിറ്റിയും ആൻഡ്രോം തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ഓൺ ആൽവിയോളസ് ഓർ ജിഞ്ചൈവോ ലേബിയൽ സർക്കസ്. ഇറ്റിയോളജി എന്താ? ഡെന്റൽ എക്സ്ട്രാക്ഷൻ, ഫെയിലർ ഓഫ് സബ്ലേബിയൽ ഇൻസിഷൻ ടു ഹീൽ ആഫ്റ്റർ കാൾഡ്വെൽ ലൂക്ക് ഓപ്പറേഷൻ. പിന്നെ ഇറോഷൻ ഓഫ് ആൻഡ്രോം ബൈ കാർസിനോമ, ഫ്രാക്ചേഴ്സ് ഓർ പെനിട്രേറ്റിംഗ് ഇഞ്ചറീസ് ഓഫ് മാക്സില്ല. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ റിഗർഗിറ്റേഷൻ ഓഫ് ഫുഡ്, ഡിസ്ചാർജ്, ഇനബിലിറ്റി ടു ബിൽഡ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പ്രഷർ ഇൻ മൗത്ത്. ഡയഗ്നോസ് പറയുമ്പോൾ പ്രോബിങ് ചെയ്തിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് എന്താ? റീസെന്റ് ഫിസ്റ്റുല ആണെങ്കിൽ ആന്റിബയോട്ടിക്സും സ്യൂച്ചറിങ് ഗം മാർജിൻസ് ആഫ്റ്റർ ഡെന്റൽ എക്സ്ട്രാക്ഷൻ ഒക്കെ ചെയ്യും. ക്രോണിക് ഫിസ്റ്റുല ആണെങ്കിൽ സർജിക്കൽ റിപ്പയർ ബൈ പാലാറ്റൽ ഓർ ബക്കൽ ഫ്ലാപ്പ്. ഇനി ആക്യൂട്ട് വൈറൽ റൈനോസൈനോസൈറ്റിസ്. വൈറൽ എന്നല്ലേ, അപ്പൊ റെസ്പിറേറ്ററി വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ, പാരാ ഇൻഫ്ലുവൻസ, സ്പ്രെഡ് ബൈ എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ്. ഇൻക്യുബേഷൻ പീരീഡ് 1 to 4 days. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? നാസൽ കൺജഷൻ, റൈനോറിയ, സ്നീസിങ്, ലോ ഗ്രേഡ് ഫീവർ. സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ടോപ്പിക്കൽ നാസൽ ഡീകൺജസ്റ്റന്റ്, ആന്റി ഹിസ്റ്റമിനിക്സ്, അനാൽജസിക്സ് ഫോർ റിലീവ് ഹെഡേക്ക്, ഫീവർ. അക്യൂട്ട് ബാക്ടീരിയൽ റൈനോസൈനോസൈറ്റിസ് ഫോളോസ് വൈറൽ വൈറൽ ഇൻഫെക്ഷന് ശേഷം ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. അതാണ് അക്യൂട്ട് ബാക്ടീരിയൽ റൈനോസൈനോസൈറ്റിസ്. റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നു വൈറൽ ഇൻഫെക്ഷന് ശേഷം. വൈറസ് ഡാമേജ്, ഓൾറെഡി വൈറസ് എന്ത് ചെയ്യും? സീലിയനെയും എപ്പിത്തീലിയത്തിനെയും ഒക്കെ ഡാമേജ് ചെയ്യും. അതിനുശേഷമല്ലേ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നത്. മോസ്റ്റ് കോമൺലി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, സ്റ്റെഫൈലോകോക്കസ് ലോറിയസ്. പിന്നെ നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെ പറയാം? നാസൽ ഒബ്സ്ട്രക്ഷൻ, പുർലൻ റൈനോറിയ, ഹൈപ്പോസ്മിയ ഓർ അനോസ്മിയ, കഫ്, ഫീവർ. ഡയഗ്നോസിസ് ആയിട്ട് നാസൽ എൻഡോസ്കോപ്പി വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് അനാൽജസിക്, ആന്റിബയോട്ടിക്, സലൈൻ ഇറിഗൻസ്, ആന്റി ഹിസ്റ്റമിനിക്സ്, ഡീകൺജസ്റ്റന്റ്, ഇൻട്രാനാസൽ സ്റ്റീറോയിഡ് ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യാം. ഇനി അക്യൂട്ട് മാക്സിലറി സൈനോസൈറ്റിസ്. അതിന്റെ ഇറ്റിയോളജി എന്താ? മോസ്റ്റ് കോമൺ വൈറൽ റൈനൈറ്റിസ് വിച്ച് സ്പ്രെഡ് ടു ഇൻവോൾവ് സൈനസ് മ്യൂക്കോസ. ഇപ്പം വൈറൽ റൈനൈറ്റിസ് ഉണ്ടായി എന്നിട്ട് അത് സൈനസ് മ്യൂക്കോസേനെ കൂടെ ഇൻവേഡ് ചെയ്യുമ്പോഴാണ് എന്ത്? അക്യൂട്ട് മാക്സിലറി സൈനോസൈറ്റിസ്. ഒരു മോസ്റ്റ് കോമൺ അതാണ്, വൈറൽ റൈനൈറ്റിസ് വിച്ച് സ്പ്രെഡ് ടു ഇൻവോൾവ് സൈനസ് മ്യൂക്കോസ. പിന്നെ ഡൈവിങ്, സ്വിമ്മിങ് ഇൻ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഡെന്റൽ ഇൻഫെക്ഷൻസ്, ട്രോമ. ക്ലിനിക്കൽ ഫീച്ചർ പറയുമ്പോൾ ഫീവർ ഉണ്ടാവും, ജനറൽ മലേസ്, ബോഡി ഏക്ക്, ഹെഡ് ഏക്ക്, പെയിന്, ടെൻഡർനെസ്, റെഡ്നെസ്, എഡിമ ഓഫ് ചീക്ക്, നാസൽ ഡിസ്ചാർജ്, പോസ്റ്റ് നാസൽ ഡിസ്ചാർജ്. ഡയഗ്നോസ് ആയിട്ട് പറയുമ്പോൾ ട്രാൻസ് ഇലുമിനേഷൻ ടെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ എക്സ്റേ, അതിന് തന്നെ വാട്ടേഴ്സ് വ്യൂ, പിന്നെ സി ടി സ്കാൻ. ഇനി ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആന്റി മൈക്രോബിയൽ ഡ്രഗ്, ആംബിസിലിന്, അമോക്സിസിലിന്, എറിത്രോ, ഡോക്സി. പിന്നെ നാസൽ ഡീകൺജസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫെഡ്രിന്, ഓക്സിമെറ്റസോളൈൻ, സ്റ്റീം ഇൻഹലേഷൻ ആയിട്ട് അത് ഒന്നുകിൽ സ്റ്റീം ഇൻഹേൽ ചെയ്യും അല്ലെങ്കിൽ അതിന്റെ കൂടെ മെന്തോളും കൂടെ മെഡിക്കേറ്റ് എഡ് ചെയ്യും. പിന്നെ അനാൽജസിക്, പാരസെറ്റാമോൾ. പിന്നെ ഹോട്ട് ഫോമെന്റേഷൻ, സർജിക്കൽ ആയിട്ട് ആൻഡ്രൽ ലാവേജ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ സർജിക്കലി ആവും ചെയ്യാം. ഫ്രോണ്ടൽ സൈനോസൈറ്റിസ്, ഇതിന്റെ ഇറ്റിയോളജി എന്ന് പറഞ്ഞത് വൈറൽ ഇൻഫെക്ഷൻ ഫോളോഡ് ബൈ ബാക്ടീരിയൽ ഇൻവേഷൻ, എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു സൈനസ്. ഈ സ്വിമ്മിങ്ങിന്റെ സമയത്തൊക്കെ സൈനസിലോട്ട് വെള്ളം കയറി അങ്ങനെ അതിൽ വല്ല
അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്ത് വരാം ട്രോമ അല്ലെങ്കിൽ എഡിമ ഓഫ് മിഡിൽ മിയാറ്റസ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഫ്രോണ്ടൽ ഹെഡേക്ക്, ഓഫീസ് ഹെഡേക്ക് എന്നാ പറയാം. പിന്നെ ടെൻഡേർനെസ്, എഡിമ ഓഫ് അപ്പർ ലിഡ്, നാസൽ ഡിസ്ചാർജ്. ഡയഗ്നോസിസ് എക്സ്റേ എടുക്കും, സി ടി എടുക്കും. എക്സ്റേയിൽ തന്നെ വാട്ടേഴ്സ് വ്യൂ, ലാറ്ററൽ വ്യൂ. ട്രീറ്റ്മെന്റ് പറയുമ്പോൾ മെഡിക്കൽ ആന്റി ഹിസ്റ്റമിനിക്സ്, നാസൽ ഡീകൺജസ്റ്റന്റ്. സർജിക്കലി എന്താ ചെയ്യുക? ട്രെഫിനേഷൻ ഓഫ് ഫ്രോണ്ടൽ സൈനസ്. പിന്നെ നമ്മൾ കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുമ്പോൾ ഓർബിറ്റൽ സെല്ലുലൈറ്റിസ്, ഓസ്റ്റിയോമയലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ക്രോണിക് ഫ്രോണ്ടൽ സൈനസൈറ്റിസ്. ഇനി വേറൊന്നാണ് സ്ട്രൈഡർ. സ്ട്രൈഡർ എന്ന് പറയുമ്പോൾ നോയ്സി റെസ്പിറേഷൻ ബൈ ടർബുലന്റ് എയർ ഫ്ലോ ത്രൂ എ നാരോഡ് എയർ പാസേജ്. ഇൻസ്പിറേറ്ററി ഉണ്ട്, എക്സ്പിറേറ്ററി ഉണ്ട്, ബൈഫേസിക് ഉണ്ട്. ഇൻസ്പിറേറ്ററി എന്ന് പറയുമ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ലീഷൻസ് ഓഫ് സുപ്രാഗ്ലോട്ടിക് ഓർ ഫാരിങ്സ്. എക്സ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ ലീഷൻസ് ഓഫ് thoracic trachea, primary and secondary bronchi. Biphasic എന്ന് പറയുമ്പോൾ ഗ്ലോട്ടിസ്, സബ്ഗ്ലോട്ടിക്സ്, cervical trachea. ഇറ്റിയോളജി പറയുമ്പോൾ കൺജനൈറ്റൽ ഉണ്ട്, അക്വയർഡ് ഉണ്ട്. കൺജനൈറ്റലിൽ ലറിഞ്ചോ മലേഷ്യ, ലറിഞ്ചൽ വെബ്, സബ്ഗ്ലോട്ടിക് സിനോസിസ്, ഹെമാൻജിയോമ, വോക്കൽ കോഡ് പാരാലിസിസ്. അക്വയർഡിൽ പറയുമ്പോൾ ഫെബ്രൈൽ ആണെങ്കിൽ ഓക്കെ ഇഞ്ചറി അല്ലെങ്കിൽ വല്ല ഫോറിൻ ബോഡി, ലറിഞ്ചൽ എഡിമ, അഡിനോടോൺസിലാർ ഹൈപ്പർട്രോഫി. ഫെബ്രൈൽ ആണെങ്കിൽ ഐറ്റിസുകൾ, എപ്പിഗ്ലോട്ടൈറ്റിസ്, അക്യൂട്ട് ലാറിഞ്ചൈറ്റിസ്, ലറിഞ്ചോട്രെക്കൈറ്റിസ്, ഡിഫ്തീരിയ, റിട്രോഫെറിഞ്ചൽ ആബ്സസ്. ഓക്കെ, അപ്പോൾ സ്ട്രൈഡറിന്റെ ഓരോ കോഴ്സ്. നോസിലാണെങ്കിൽ കൊയനൽ അട്രീഷൻ, ന്യൂ ബോണിന് കൊയനൽ അട്രീഷൻ ഉണ്ടെങ്കിൽ സ്ട്രൈഡർ ഉണ്ടാവാം. ടങ്ങിലാവുമ്പോൾ മാക്രോഗ്ലോഷ്യ, ഡ്യൂ ടു ക്രെറ്റിനിസം, ഹെമാൻജിയോമ ഒക്കെ കാരണം മാക്രോഗ്ലോഷ്യ ഉണ്ടായാൽ അങ്ങനെയും സ്ട്രൈഡർ ഉണ്ടാവാം. ഇനി മാൻഡിബിളുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാ? മൈക്രോഗ്നേത്യ. സ്ട്രൈഡർ ഈസ് ഡ്യൂ ടു ഫാളിംഗ് ബാക്ക് ഓഫ് ടങ്. ഇനി ഫാരിങ്സ്. ഫാരിങ്സിൽ എന്താ? അഡിനോടോൺസിലാർ ഹൈപ്പർട്രോഫി, റിട്രോഫെറിഞ്ചൽ ആബ്സസ്. ഇനി ലാരിങ്സിൽ കൺജനൈറ്റൽ ഉണ്ട്. കൺജനൈറ്റലിൽ തന്നെ ലറിഞ്ചൽ വെബ്, ലറിഞ്ചോ മലേഷ്യ, വോക്കൽ കോഡ് പാരാലിസിസ്. ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാ? ലറിഞ്ചോട്രെക്കൈറ്റിസ്, എപ്പിഗ്ലോട്ടൈറ്റിസ്, ഡിഫ്തീരിയ, ടി ബി. നിയോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഹെമാൻജിയോമ. ട്രോമാറ്റിക്കലി ഇഞ്ചറീസ് ഓഫ് ലാരിങ്സ്, പിന്നെ ഫോറിൻ ബോഡീസ്. ന്യൂറോജനിക്കൽ എന്താ? ലറിഞ്ചൽ പാരാലിസിസ്. ഈ ട്രക്കിയ ആൻഡ് ബ്രോങ്കയിൽ അതിൽ തന്നെ കൺജനൈറ്റലിൽ എട്രീഷ്യ, സ്റ്റീനോസിസ്. ഇൻഫ്ലമേറ്ററിയിൽ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്. നിയോപ്ലാസ്റ്റിക്കിൽ ട്യൂമേഴ്സ് ഓഫ് ട്രക്കിയ, പിന്നെ ട്രോമാറ്റിക്. നമുക്ക് മാനേജ്മെന്റ്. ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി, എന്താ ടൈം ഓഫ് ഓൺസെറ്റ് എന്നുവെച്ചാൽ കൺജനൈറ്റൽ ആണോ അക്വയർഡ് ആണോ എന്ന് ആദ്യം നോക്കും, ടൈം ഓഫ് ഓൺസെറ്റ്. പിന്നെ മോഡ് ഓഫ് ഓൺസെറ്റ് നോക്കും. ഈ സ്ട്രൈഡർ സഡൻ ആണോ അതോ ഗ്രാജുവൽ ആണോ? സഡൻ ആണെങ്കിൽ ഓക്കെ വല്ല ഫോറിൻ ബോഡിയോ എഡിമയോ ഒക്കെ ആയിരിക്കും മനസ്സിലാക്കാം. ഗ്രാജുവൽ ആൻഡ് പ്രോഗ്രസീവ് ആണെങ്കിലോ ലറിഞ്ചോ മലേഷ്യയോ സബ്ഗ്ലോട്ടിക് ഹെമാൻജിയോമ ഒക്കെ ആയിരിക്കും. ഇനി ഡ്യൂറേഷൻ നോക്കും, ഷോർട്ട് ആണോ ലോങ് ആണോ? ഷോർട്ട് ആണെങ്കിൽ ഇത് ഫോറിൻ ബോഡിയോ എഡിമയോ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാവും. ലോങ് ആണെങ്കിൽ ലറിഞ്ചോ മലേഷ്യ, സിനോസിസ് ഒക്കെ. പിന്നെ റിലേഷൻ ടു ഫീഡിങ്ങുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സൈനോട്ടിക് സ്പെല്ല്, ആസ്പിറേഷൻ ഓർ ഇഞ്ചക്ഷൻ ഓഫ് ഫോറിൻ ബോഡി അങ്ങനത്തെ വല്ല ഹിസ്റ്ററി ഉണ്ടോ, ലറിഞ്ചൽ ട്രോമ ഉണ്ടോ എന്നൊക്കെ നോക്കും. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ നോട്ട് വെദർ ഇൻസ്പിറേറ്ററി ആണോ എക്സ്പിറേറ്ററി ആണോ ബൈഫേസിക് ആണോ എന്ന് നോക്കും. അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടോ എന്ന് നോക്കും. പിന്നെ സ്നോട്ടിങ് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇത് നാസോഫെരിഞ്ചൽ കോസ് ആണെന്ന് മനസ്സിലാവും. ഇനി ഗർഗ്ലിംഗ് സൗണ്ട് അല്ലെങ്കിൽ മഫിൾഡ് സൗണ്ട് ഉണ്ടെങ്കിൽ ഫെരിഞ്ചൽ കോസ് ആണ്. ഹോസ് ക്രൈ ഉണ്ടെങ്കിൽ കോസ് ഒരു വോക്കൽ കോഡിലാന്ന് മനസ്സിലാവും. ഇനി എക്സ്പിറേറ്ററി വീസ് ആണെങ്കിൽ ബ്രോങ്കിയൽ ഒബ്സ്ട്രക്ഷൻ. അസോസിയേറ്റഡ് വിത്ത് ഫീവർ ആകുമ്പോൾ ഇൻഫെക്റ്റീവ് കണ്ടീഷൻ. ഡിസപ്പിയേഴ്സ് ഓൺ പ്രോൺ പൊസിഷൻ ലാരിഞ്ചോ മലേഷ്യ, മൈക്രോഗ്നേത്തിയ, മാക്രോഗ്ലോഷ്യ. ഇനി സീക്വൻഷ്യൽ ഓസ്കൾട്ടേഷൻ നോസ്, ഓപ്പൺ മൗത്ത്, നെക്ക്. നമ്മൾ ഏതൊന്നും ചെയ്യും, സ്ട്രൈഡർ എവിടെ നിന്നാണ് സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സീക്വൻഷ്യൽ ഓസ്കൾട്ടേഷൻ ചെയ്യും. നോസ്, ഓപ്പൺ മൗത്ത്, നെക്ക്, ചെസ്റ്റ് ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് ചെയ്യും. നോസ്, ഓപ്പൺ മൗത്ത്, ചെസ്റ്റ്, നോസ്, ഓപ്പൺ മൗത്ത്, നെക്ക്, ചെസ്റ്റ്. ഈ ഇൻവെസ്റ്റിഗേഷൻ PA വ്യൂ അതേപോലെ ലാറ്ററൽ വ്യൂ, നെക്കിന്റെയും ചെസ്റ്റിന്റെയും PA വ്യൂ ലാറ്ററൽ വ്യൂ ചെയ്യും. അപ്പോൾ ഫോറിൻ ബോഡി എയർവേയിലൊക്കെ ഉണ്ടോ നോക്കി അത് ഡയഗ്നോസ് ചെയ്യും. പിന്നെ CT സ്കാന്, കൺട്രാസ്റ്റ് CT എടുക്കും. അത് ഹെൽപ്ഫുൾ ഫോർ മീഡിയസ്റ്റൈനൽ മാസ്, അതർ കൺജനൈറ്റൽ വാസ്കുലർ അബ്നോർമാലിറ്റി ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൺട്രാസ്റ്റ് CT എടുക്കാം. പിന്നെ ആൻജിയോഗ്രഫി ചെയ്യാം. ഈസോഫാഗോഗ്രാം വിത്ത് കൺട്രാസ്റ്റ് മേ ബി നീഡഡ് ഫോർ ട്രക്കിയോ ബ്രോങ്കിയൽ ഫിസ്റ്റുല. പിന്നെ ഡയറക്റ്റ് ലെറിഞ്ചോസ്കോപ്പി ചെയ്യാം. എന്തിനാ? ഡയറക്റ്റ് ലെറിഞ്ചോസ്കോപ്പിൽ മൈക്രോ ലെറിഞ്ചോസ്കോപ്പി അതുപോലെ ബ്രോങ്കോസ്കോപ്പി അണ്ടർ ജനറൽ അനസ്തീഷ്യ. പേഷ്യന്റ് ഈസ് മോണിറ്റേർഡ് ഫോർ വൈറ്റൽസിന് മീൻസ് പേഷ്യന്റിന്റെ വൈറ്റൽസ് ഒക്കെ നോക്കും. പിന്നെ ട്രീറ്റ്മെന്റ് പറയുമ്പോൾ എക്സാക്ട് കോസ് എന്താ നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, ട്രക്കിയോസ്റ്റമി. ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ആൻ ഓപ്പണിംഗ് ഓൺ ആന്റീരിയർ വാൾ ഓഫ് ട്രക്കിയ.
കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു സ്റ്റോമ ഓൺ സ്കിൻ സർഫേസ്. ഒരു ട്രക്കിയുടെ ആൻറ്റീരിയർ വാളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണു, എന്നിട്ട് അത് സ്കിൻ സർഫേസിൽ ഒരു ഓട്ടയാക്കണു എന്ന് പറയില്ലേ, അതാണ് മേക്കിംഗ് ആൻ ഓപ്പണിംഗ് ഓൺ ആൻറ്റീരിയർ വാൾ ഓഫ് ട്രക്കിയ, കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു സ്റ്റോമ ഓൺ സ്കിൻ സർഫേസ്. ഫങ്ഷൻസ് എന്തൊക്കെയാ? ആൾട്ടർനേറ്റീവ് പാത്വേ ഫോർ ബ്രീത്തിങ്, ഇംപ്രൂവ്സ് ആൽവിയോള വെന്റിലേഷൻ, പ്രൊട്ടക്ട് ദി പാത്വേസ്, intermittent positive pressure respiration, permit removal of tracheobronchial secretions to administer anesthesia. അപ്പോൾ എന്തൊക്കെ? ആൾട്ടർനേറ്റീവ് പാത്വേ ആയിട്ട് ആൽവിയോള വെന്റിലേഷൻ ഇംപ്രൂവ് ആക്കും, പാത്വേനെ പ്രൊട്ടക്ട് ചെയ്യും, ഇന്റർമീഡിയറ്റ് പോസിറ്റീവ് പ്രഷർ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ 72 ഹവറിനേക്കാളും കൂടുതലൊക്കെ നമുക്ക് ഇങ്ങനെ റെസ്പിറേഷൻ വേണമെങ്കിൽ ട്രക്കിയോസ്റ്റമി ചെയ്യുമെന്ന് പറയലുണ്ട്. പിന്നെ പെർമിറ്റ് റിമൂവൽ ഓഫ് ട്രക്കിയോബ്രോങ്കിയൽ സെക്രീഷൻസ്. ഈ കോമാറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ സെക്രീഷൻസിനെ റിമൂവ് ചെയ്യാൻ കഴിയില്ലല്ലോ, അപ്പോൾ അങ്ങനത്തെവർക്കും ഇറ്റ്സ് ബെറ്റർ. പിന്നെ ടു അഡ്മിനിസ്റ്റർ അനസ്തീഷ്യ. ഇനി ഇൻഡിക്കേഷൻസ് പറയുമ്പോൾ റെസ്പിറേറ്ററി പല ഇൻഡിക്കേഷൻ പറയുമ്പോൾ പല രീതിയിൽ. ഇപ്പം റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ ഒരു കാരണം. റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇൻഫെക്ഷൻ വരാം. അക്യൂട്ട് ലറിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, ലുഡ്വിക് ആൻജീന, അക്യൂട്ട് എപ്പിക്ലോട്ടൈറ്റിസ്, പിന്നെ വല്ല ട്രോമ, നിയോപ്ലാസം, ഫോറിൻ ബോഡിയോ, ലാരിങ്സിൽ വല്ല ഫോറിൻ ബോഡി, എഡിമ ഓഫ് ലാരിങ്സ്, ബൈലാറ്ററൽ അബ്ഡക്ടർ പാരാലിസിസ്, പിന്നെ കൺജനൈറ്റൽ അബ്നോമാലിറ്റീസ് ലൈക്ക് ലറിഞ്ചൽ വെബ്, ലറിഞ്ചൽ സിസ്റ്റ്, അതൊക്കെ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വഴിയുള്ളത്. ഇനി സെക്രീഷൻസ് റിട്ടൈൻ ആയത് വഴി, അത് രണ്ടാമത്തത്. പിന്നെ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി. മൂന്ന് ഇൻഡിക്കേഷൻ നമ്മൾ മൂന്നായി തിരിക്കും. റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വഴിയുള്ളത്, റിട്ടൈൻഡ് സെക്രീഷൻ, റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി. അപ്പോൾ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻ വഴി നമ്മൾ പറഞ്ഞു. ഇനി റിട്ടൈൻഡ് സെക്രീഷൻ അവിടെ തന്നെ റിട്ടൈൻ ചെയ്ത് വെക്കുന്നു. അപ്പം കഫ് ചെയ്യാൻ ഇനബിലിറ്റി ടു കഫ്, പിന്നെ അതുപോലെ പെയിൻഫുൾ കഫ്, ആസ്പിരേഷൻ ഓഫ് ഫെറിഞ്ചൽ സെക്രീഷൻ. ആ മൂന്നെണ്ണമാണ് ഇത് പറയുന്നത്. ഇനബിലിറ്റി ടു കഫ് ഇതിലൊക്കെ ഇപ്പോൾ കോമ, അതേപോലെ പാരാലിസിസ്, സ്പാസം ഓഫ് റെസ്പിറേറ്ററി മസിൽ, ഇതിലൊക്കെ കഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇനബിലിറ്റി ടു കഫ്. പിന്നെ പെയിൻഫുൾ കഫ്, പിന്നെ ആസ്പിരേഷൻ ഓഫ് ഫെറിഞ്ചൽ സെക്രീഷൻ, ഇതൊക്കെ റിട്ടൈൻഡ് സെക്രീഷനിൽ വരും. പിന്നെ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി, അത് ക്രോണിക് ലങ് കണ്ടീഷൻ, COPD, ബ്രോങ്കിയക്ടാസിസ് ഒക്കെ പറയില്ല. നമ്മൾ ഇനി ട്രക്കിയോസ്റ്റമി എങ്ങനെ ചെയ്യാം? ടെക്നിക്ക് പറയുമ്പോൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ആണല്ലോ. പൊസിഷൻ എന്ന് പറയുമ്പോൾ സുപ്പൈൻ പൊസിഷനിൽ പേഷ്യന്റിനെ വെച്ചു. ടൈപ്പ് തന്നെ എമർജൻസി ഉണ്ട്, ഇലക്റ്റീവ് ഉണ്ട്, പെർക്യൂട്ടേനിയസ് ഉണ്ട്, പെർമനന്റ് ഉണ്ട്, മിനി ഉണ്ട്. എമർജൻസി എന്ന് പറഞ്ഞാൽ എമർജൻസി ഏർജന്റ് ആയിട്ട് ചെയ്യുന്നത്, എയർവേ ഒബ്സ്ട്രക്ഷൻ കംപ്ലീറ്റ് ആണ്, പെട്ടെന്ന് ചെയ്യണം. എന്നാൽ പെർമനന്റ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ പ്ലാൻ ചെയ്ത് ഇന്നതിൽ അങ്ങനെ ചെയ്യാന്നുള്ള മീൻസ് അത്ര അർജന്റ് അല്ല, എന്നാൽ ചെയ്യണം, ആ ഒരു ഇതിൽ അങ്ങനെയുള്ളത്. പെർമനന്റ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഹൈ ഉണ്ട്, മിഡ് ഉണ്ട്, ലോ ഉണ്ട്. ഹൈ ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ എബവ് ദി ലെവൽ ഓഫ് തൈറോയിഡ് ഇസ്തുമസ്. സാധാരണ റെയർ ആണ്. ഹൈട്രക്യോസ്റ്റമി ഈസ് നോട്ട് അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ കാർസിനോമ ഓഫ് ലാരിങ്സിൽ ഇത് ഇൻഡിക്കേറ്റഡ് ആണ്. ഹൈട്രക്യോസ്റ്റമി ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ കാർസിനോമ ഓഫ് ലാരിങ്സ്, ബട്ട് ഇറ്റ്സ് വെരി റെയർ ആക്ച്വലി. എബവ് ദി ലെവൽ ഓഫ് തൈറോയിഡ് ഇസ്തുമസിലാണ് ചെയ്യുക. പിന്നെ മിഡ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർ തേർഡ് റിംഗിൽ, അതാണ് പ്രിഫേർഡ്, സെക്കൻഡ് ഓർ തേർഡ് റിംഗ്, ഇതാണ് മോസ്റ്റ് കോമൺ. പിന്നെ ഹൈ ട്രക്കിയോസ്റ്റമി, അത് ഡീപ്പ് അല്ലേ ട്രക്കിയോസ്റ്റമി, അപ്പം ചിലപ്പം ഡീപ്പ് സ്ട്രക്ചേഴ്സിനൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്സ് പറയാം. ഫസ്റ്റ് ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇൻസിഷൻ ഉണ്ടാവും, ഒരു ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ ഉണ്ടാവും. വെർട്ടിക്കൽ ഇൻസിഷൻ ആണ് മോസ്റ്റ് ഫേവേർഡ് ഇൻസിഷൻ എന്ന് പറഞ്ഞത്. മിഡ് ലൈൻ ഓഫ് നെക്കിൽ മിനിമം ബ്ലീഡിംഗ് ആയിരിക്കും, എക്സ്റ്റെൻഡിങ് ഫ്രം ക്രൈക്കോയിഡ് കാർട്ടിലേജ് ടു ജസ്റ്റ് എബവ് ദി സ്റ്റേർണൽ നോട്ട്സ്. പിന്നെ എന്താ പറയാ, ഇത് വെർട്ടിക്കലിൽ അത്ര സ്കാറൊക്കെ ഉണ്ടാവും, അപ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല കാണാൻ. പിന്നെ ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ എന്ന് പറയുന്നത് കോസ്മെറ്റിക്കലി ബെറ്റർ സ്കാർ ആണ്, 5 cm ലോങ് ആണ്, 2 ഫിംഗർ ബ്രെഡ്ത്തിൽ എബവ് ദി സ്റ്റേർണൽ നോട്ട്സിൽ ഓൺ ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സ്. ഇനി അങ്ങനെ ഇൻസിഷൻ ചെയ്തു, വെർട്ടിക്കലോ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഇൻസിഷൻ ചെയ്തു. ഇനി ടിഷ്യൂവിനെ ഡൈസെക്ട് ചെയ്യും, മിഡ് ലൈനിലുള്ള ടിഷ്യൂസിനെ ഡൈസെക്ട് ചെയ്തു, ഡൈലേറ്റഡ് വെയിൻസിനൊക്കെ ഡിസ്പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ ഡൈലേറ്റഡ് വെയിൻസിനെ ലൈഗേറ്റ് ചെയ്തു, സ്ട്രാപ്പ് മസിൽസിനെ സെപ്പറേറ്റ് ചെയ്തു, തൈറോയിഡ് ഇസ്തുമസിനെ അപ്വാർഡിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. എ ഫ്യൂ ഡ്രോപ്പ് ഓഫ് 4% lignocaine is injected into trachea to suppress cough when trachea is incised. ഓക്കെ, ട്രക്കിയ ഇൻസൈസ് ആവുമ്പോൾ ചിലപ്പം കഫ് റിഫ്ലെക്സ് വരാമല്ലോ. അപ്പം അങ്ങനെ കഫ് റിഫ്ലെക്സ് വരാണ്ടിരിക്കാൻ വേണ്ടി ട്രക്കിയയിൽ ഇൻസൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? 4% lignocaine ഇഞ്ചെക്ട് ചെയ്യും ട്രക്കിയയിലോട്ട്. പിന്നെ ട്രക്കിയ ഈസ് ഫിക്സ്ഡ്, ഒരു ഹുക്ക് വെച്ചിട്ട് ട്രക്കിയനെ ഫിക്സ് ചെയ്യും. ഓപ്പൺഡ് വിത്ത് വെർട്ടിക്കൽ ഇൻസിഷൻ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യും, 3rd or 4th റിങ്ങിൻ്റെ അവിടെ, അല്ലെങ്കിൽ 3rd or 2nd റിങ്ങിൻ്റെ അവിടെ. പിന്നെ റിംഗ് ട്രക്കിയോസ്റ്റമി അതാ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇല്ലേ, അത് അപ്രോക്സിമേറ്റ് സൈസ് എന്ന് വെച്ചാൽ വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസിലുള്ള ട്രക്കിയോസ്റ്റമീനെ ആ ട്യൂബിനെ ഉള്ളിലേക്ക് വെക്കും. പിന്നെ സ്കിൻ ഇൻസിഷൻ ഷുഡ് നോട്ട് ബി സ്യൂച്ചേർഡ് ഓർ പാക്ഡ് ടൈറ്റ്ലി എന്നാണ് പറയുന്നത്. സ്കിൻ ഇൻസിഷൻ ഷുഡ് നോട്ട് ബി സ്യൂച്ചേർഡ് ഓർ പാക്ഡ് ടൈറ്റ്ലി. പിന്നെ ഗോജ് ഡ്രസ്സിംഗ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സ്കിൻ ആൻഡ് ഫ്ലാഞ്ച് ഓഫ് ട്യൂബ് അറൌണ്ട് സ്റ്റോമ.
നമുക്ക് കോംപ്ലിക്കേഷൻസ് പറയാം. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ട്, ലേറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹെമറേജ്, ആപ്നിയ, ന്യൂമോതൊറാക്സ്, ഇഞ്ചറി ടു റിക്കറന്റ് ലാറിഞ്ചൽ നെർവ്, ആസ്പിറേഷൻ ഓഫ് ഫുഡ്, ഇഞ്ചറി ടു ഇസോഫാഗസ്. ഇനി ഇന്റർമീഡിയറ്റ് കോംപ്ലിക്കേഷനിൽ ഏതൊക്കെയാണ്? ബ്ലീഡിങ്, റിയാക്ഷണറി ഓർ സെക്കൻഡറി ബ്ലീഡിങ്, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്യൂബ്, ബ്ലോക്കിംഗ് ഓഫ് ട്യൂബ്, ട്രെക്കൈറ്റിസ്, ട്രെക്കിയോ ബ്രോങ്കൈറ്റിസ് വിത്ത് ക്രസ്റ്റിംഗ് ഓഫ് ട്രെക്കിയ, അറ്റലക്ടാസിസ്, ലങ് ആബ്സസ്, ലോക്കൽ വൂണ്ട് ഇൻഫെക്ഷൻ ആൻഡ് ഗ്രാനുലേഷൻസ്. പിന്നെ ലേറ്റ് ആയിട്ട് പറയുമ്പോൾ ഹെമറേജ് ഡ്യൂ ടു ഇറോഷൻ ഓഫ് മേജർ വെസൽ, പിന്നെ ലറിഞ്ചൽ സ്റ്റീനോസിസ്, ട്രെക്കിയൽ സ്റ്റീനോസിസ്, ട്രെക്കിയോ ഇസോഫാജിയൽ ഫിസ്റ്റുല, problems of decannulation, tracheocutaneous fistula, problems of tracheostomy scar, keloid corrosion of tracheostomy tube. ഇത്രേ ഉള്ളൂ. താങ്ക് യു.